ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. എമ്പുരാൻ രണ്ടാമത് വെട്ടിത്തീർന്നിട്ടില്ല. തുടക്കവും നടുക്കഷ്ണവും മുറിച്ചു വരുന്നതിന് മുൻപ് മുറിപ്പെടുത്തിയും അധിക്ഷേപിച്ചുമുള്ള നീക്കം നന്നായി മുന്നേറുന്നുണ്ട്. RSS തുടർച്ചയായി മൂന്നാം ദിവസമാണ് ഓർഗനൈസറിലൂടെ പൃഥ്വിരാജിനെ ലക്ഷ്യമിട്ട് അമ്പുകൾ അയക്കുന്നത്. ഇന്നലെ വരെ പറഞ്ഞത് പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധനും രാജ്യവിരുദ്ധനുമെന്നുമാണ്. CAA ലക്ഷദ്വീപ് സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പൃഥ്വിരാജിനെ ഇന്നിപ്പോൾ ക്രിസ്ത്യൻ വിരുദ്ധനുമാക്കുന്നു. സ്വന്തം നിലപാട് പറഞ്ഞതിന് പൃഥ്വിയുടെ പങ്കാളി സുപ്രിയയെ അർബൻ നക്സലാക്കുന്നു. സമൂഹമാധ്യമങ്ങളിൽ കാവിക്കളർ പുറച്ച പ്രൊഫൈലുകളിൽ മുഖമില്ലാത്തവരും മുഖമുള്ളവരും സുപ്രിയക്കെതിരെ സ്വഭാവഹത്യ തുടരുന്നു. മാപ്പ് പറഞ്ഞ മോഹൻലാലിനെ തള്ളിയും പിന്തുണച്ചും രണ്ടാകുന്നു ഫാൻസ് അസോസിയേഷൻ. പൃഥ്വിക്ക് സിനിമയിൽ ശത്രുക്കളുണ്ടെന്ന മേജർ രവിയുടെ നിറം മാറ്റം വെളിപ്പെടുത്തി അമ്മ തുറന്നടിക്കുന്നു. ദിലീപ് ഫാൻ പേജുകളിൽ പൊട്ടിച്ചിരികൾ നിറയുകയാണ്. ഫൈസ് സയ്യിദും മസൂദ് അസറും ചേർന്നതാണ് പൃഥ്വിയുടെ സയ്യിദ് മസൂദ് എന്ന ഗവേഷണ റിപ്പോർട്ടുമായി സംഘി പോസ്റ്റുകൾ വരുന്നുണ്ട്. എന്തിനധികം മുംബൈയിൽ ഖാൻമാർക്കൊപ്പം ചേക്കേറാൻ പൃഥ്വിക്ക് കഴിഞ്ഞതുപോലും തീവ്രബന്ധത്തിലാണത്രേ. ഗുജറാത്ത് വംശഹത്യയുടെ ചരിത്രം പുതിയ തലമുറ കൂടി കണ്ടറിയുന്നതിന് ചൂടിലാണോ ഓർഗനൈസറിന്റെ ഓർഗനൈസ്ഡ് അറ്റാക്ക്? ലക്ഷ്യം പൃഥ്വിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും V വസീഫ്, BJP-യിൽ നിന്നും TS ഉല്ലാസ് ബാബു, സാമൂഹ്യ നിരീക്ഷകൻ MJ ശ്രീചിത്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവരാണ്. ആദ്യം ഞാൻ ദാമോദർ പ്രസാദിലേക്ക് പോകുന്നു. ദാമോദർ പ്രസാദ്, ഇപ്പോൾ ഓർഗനൈസറിലെ ലേഖനം ഇപ്പോൾ തുടർച്ചയായി 3 ദിവസമായി വരുന്നു. ഇന്നലെ തന്നെ 2 ലേഖനമാണ് വന്നത്. ഇന്നിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിമർശനം പൃഥ്വിരാജ് ക്രിസ്ത്യൻ വിരുദ്ധനുമാണ് എന്നതാണ്. ഇപ്പോൾ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കാത്ത പൃഥ്വിരാജ് ക്രിസ്തുമത വിശ്വാസികൾക്കും വിരുദ്ധനാവുകയാണ്. ഹിന്ദു വിരുദ്ധൻ ആദ്യമേയാണ്, രാജ്യവിരുദ്ധനുമാണ്. പൃഥ്വിരാജിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഓർഗനൈസറിൽ ഇപ്പോൾ 3 ദിവസമായി വരുന്ന ലേഖനം. എന്തുകൊണ്ട് പൃഥ്വിയെ മാത്രം ലക്ഷ്യമിടുന്നു? എന്താണ് താങ്കളുടെ തോന്നൽ? നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സംഘ് പരിവാറിന്റെ കേരളത്തിലെ ഘടകത്തിനും അതിന്റെ ഭാഗമായിട്ട് ദേശീയ നേതൃത്വത്തിനും പൃഥ്വിരാജുമായിട്ട് പ്രശ്നമുണ്ട്. അത് തുടങ്ങുന്നത് ആദ്യം വാര്യംകുന്നനെ കുറിച്ചുള്ള ചലച്ചിത്രം പൃഥ്വിരാജ് നിർമ്മിക്കും എന്നുള്ള 1921 ആ കാലഘട്ടത്തിൽ, ആ 100 വർഷത്തിൽ നിർമ്മിക്കുന്നുള്ളൊരു വാർത്തയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആഷിഖ് കപൂറിനെയും പൃഥ്വിരാജിനെയും ആക്രമിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ജനഗണമന എന്ന സിനിമ. അതിന്റെ അകത്ത് നമ്മൾ കാണുന്ന എങ്ങനെയാണ് കലാപങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നതും അതിന്റെ അകത്ത് ആരാണ് ഇരയാക്കപ്പെടുന്നതും ആ സിനിമ വളരെ കൃത്യമായിട്ടും കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. അത് ആ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടാണ് കലാപം പലപ്പോഴും എഞ്ചിനീയർ ചെയ്യപ്പെടുന്നതാണെന്നും കലാപം എഞ്ചിനീയർ ചെയ്യപ്പെടുന്ന പിന്നിൽ ആരാണ് വിക്ടിമാവുന്ന കാര്യം പലപ്പോഴും നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളതാണ്. അതും ആവിഷ്കരിക്കുന്ന ജനഗണമന. അന്നും പൃഥ്വിരാജ് വിമർശിക്കപ്പെട്ടിരുന്നു. അപ്പോൾ കുറച്ചു കാലം അതുപോലെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന്റെ അകത്തും പൃഥ്വിരാജിന്റെ നിലപാടും ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ട് കാണും. അപ്പൊ രാജ്യദ്രോഹത്തിന്റെ കുറെ മാമൂൽ ചടങ്ങുകൾ വെച്ചിരിക്കുന്നവരാണ് ഇവർ. നമുക്കെല്ലാം അറിയാം. രാജ്യദ്രോഹത്തെ കുറിച്ച് രാജ്യസ്നേഹത്തെ കുറിച്ച് ഇവർക്ക് മാമൂൽ കുറെ ധാരണകളുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള കുറെ ബോധമാണ് ഇവരെ നയിക്കുന്നത്. ഇത് പുതിയൊരു കാര്യമല്ല. നമ്മൾ ഇതിന് ചരിത്രപരമായ പ്രസക്തി നമ്മൾ കാണണം. അതായത് 1939-40 കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം, ജർമ്മനിലെ നാസികൾ എല്ലാ സിനിമയോടും കലാസൃഷ്ടിയോടും പുസ്തകത്തോടൊക്കെ ചെയ്തിട്ടുള്ള അതേ സാധനം. കാര്യം 2 തരത്തിൽ ചെയ്യാം. ഒന്ന് സ്റ്റേറ്റിന്റെ ആക്ഷൻ, മറുഭാഗത്ത് അന്ന് സാമൂഹ്യ മാധ്യമമില്ല, പക്ഷെ തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് അധിക്ഷേപിച്ച് അവിടുത്തെ എഴുത്തുകാരൻ മുഴുവൻ, എത്രയോ വലിയ എഴുത്തുകാരൻ മുഴുവൻ ആത്മഹത്യക്ക് നിർബന്ധിതമായി അല്ലെങ്കിൽ നാട് വിട്ടു വന്ന അവരല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു. അത് മുമ്പ് കണ്ടുവരുന്ന പ്രവണതയാ. ഇതിന്റെ ആവർത്തനം കാണാം. കലാസൃഷ്ടിയെ കണ്ട് അതിനോട് എൻഗേജ് ചെയ്യാനുള്ള കഴിവില്ലായ്മ, ആശയപരമായിട്ടുള്ള പരമായ ദാരിദ്ര്യം, ആശയപരമായ അടുത്തുവരെ ആശയപരമായ ദാരിദ്ര്യം, ഇതാണ് ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും, ഫാഷിസ്റ്റുകളുടെയും സ്റ്റാലിനിസ്റ്റുകളുടെയും പൊതു സ്വഭാവം ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അതായത് ഇത്തരം കാര്യങ്ങൾ അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു ആശയപരമായ ദാരിദ്ര്യം. അതിന്റെ ഒരു പ്രകടമായിട്ട് ഉദാഹരണമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അതുകൊണ്ട് അതിൽ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുക. കാര്യം കലാസൃഷ്ടവും വ്യക്തികളെ നിശബ്ദരാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇതിന്റെ അകത്ത്. വ്യക്തികളെ നിശബ്ദരാക്കുക എന്നുള്ളത്. കാരണം വ്യത്യസ്തമായ ശബ്ദങ്ങൾ പാടില്ല എന്നുള്ളത് ഇതിന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അത്തരം ഒരു ഫാഷിസ്റ്റ് അജണ്ടയാണ് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കാണുന്ന കാര്യം, ഇതിന്റെ ഭാഗമായിട്ട് പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ച് നിരന്തരമായ ആക്രമണം നമ്മൾ നടക്കുന്നു കാണുന്നു. മറുഭാഗത്ത് മോഹൻലാലിനെ ഏതാണ്ട് നിർമുക്തനാവുകയും മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കാണുന്നത്, ഈ സിനിമ സെൻസർ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയും. തീർച്ചയായിട്ടും BJPക്ക് അത് പറയാൻ പറ്റും. കാര്യം പരസ്യമായിട്ട് ഒരു നേതാവും സെൻസർ ചെയ്യപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് അവരിപ്പോഴും അവകാശപ്പെടുന്നതാണ് എന്റെ തോന്നൽ. മറിച്ച് ഒരു സമ്മർദ്ദങ്ങളിലൂടെ, സോഷ്യൽ സെൻസർഷിപ്പിലൂടെ ഇവരെ കമ്പൽ ചെയ്തു.
ഇതാണ് വസ്തുത. ഇത് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി. ഇത് ഒരു പക്ഷേ BJPക്ക് തന്നെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. കാരണം ശരിയാണ്, അവരുടെ കേഡർമാരുടെ തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരിലൊക്കെ വലിയ സ്വാധീനമില്ല. പക്ഷേ ഈ BJPയോട് ഏത് തരത്തിൽ വല്ല ആഭിമുഖ്യം പുലർത്തുന്നതിന് ഈ മറ്റ് സംഘടനകളൊക്കെ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കുന്ന ഒരു ഷോക്ക് ചെറുതല്ല. കാര്യം അവരൊക്കെ സിനിമയെ ആസ്വദിക്കാൻ പഠിച്ച ആൾക്കാരാണ്. ഇതുകൊണ്ടായിരുന്നല്ലോ BJPയുടെ ആദ്യ പ്രതികരണം ഉണ്ടായത്. എന്താണ് ഉണ്ടായത്? ആദ്യ പ്രതികരണം സിനിമയെ കാണണമെന്നും സിനിമയിൽ പറയുന്നുണ്ട് അത് BJPയുടെ അസ്തിത്വമായി ബന്ധപ്പെട്ടതല്ല എന്ന് അവർ പറയാനുള്ള കാരണം അത് കേരളത്തിന്റെ മനോഭാവം മനസ്സിലാക്കി. പക്ഷെ കേരളത്തിന്റെ മനോഭാവം നമുക്ക് ഉത്തരേന്ത്യൻ മനോഭാവത്തിലേക്ക് കേരളത്തിനെല്ലാം കൊണ്ടുപോകുക എന്നുള്ളത് ഒരു തരത്തിൽ ഈ ഒരു തീവ്ര പ്രവണതയാണ്, ഒരു തീവ്രവാദത്തിന്റെ സ്വഭാവമാണ്. അത് തീവ്രമായ രാഷ്ട്രീയമാണ്. അത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിന് ഒരു തരത്തിലും ഗുണം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. BJPക്ക് ഒട്ടും ഗുണം ചെയ്യാൻ പാടില്ല. BJP എന്തോ വലിയ നേട്ടം നേടാമെന്നാണ് വിചാരിക്കുന്നത്. നേട്ടം ഉണ്ടാവില്ല, മാത്രമല്ല വലിയ തിരിച്ചടിയായിരിക്കും അവർക്ക് ഉണ്ടാകുമ്പോൾ. ഒരു പക്ഷേ എനിക്ക് വളരെ പുതിയ പ്രസിഡന്റൊക്കെ വന്ന സാഹചര്യത്തിൽ ഈ പ്രസിഡന്റിനെ പോലെ പ്രതിസന്ധിപ്പെടുത്താം എന്നുള്ളൊരു ആലോചന അകത്ത് പല ആൾക്കാർക്ക് കാണാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാര്യം അതിന്റെ അകത്ത് ഫ്രിഞ്ച് ഗ്രൂപ്പിൽ മറ്റു പല താല്പര്യം. അപ്പോൾ ആളെയും കൂടി പ്രതിസന്ധിപ്പെടുത്താം. കാര്യം കുറച്ച് ലിബറൽ സ്വഭാവം കാണിച്ച ഒരാളാണ്. നമ്മൾ ആലോചിക്കണം, മറ്റു നേതാക്കൾ വ്യത്യസ്ത ലിബറൽ സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടക്കത്തിലേ കാണിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരു ലിബറലായിട്ട് ഒരു പ്രതികരണമാണ് ആദ്യം നടത്തിയത്, ശ്രീധരനെ കൂട്ടിയതുകൊണ്ട്. അപ്പൊ പൊതുവിൽ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇത്തരം ഒരു ഉദാര സമീപനത്തിന് പ്രസക്തിയുണ്ട് മനസ്സിലാക്കി ആ സമീപനം സ്വീകരിക്കാൻ പോകുന്ന പ്രസിഡന്റിനെ പോലും ഒന്ന് പ്രതിസന്ധിപ്പെടുത്താം, എന്നിട്ട് അയാളെ ഈ പഴയ തീവ്ര ലൈനിലേക്ക് കൊണ്ടുവരാമെന്ന ഒരു സമീപനത്തിന്റെ അകത്തും കൂടി ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും തീവ്രതയൊക്കെ ഓരോ സമയത്ത് പുറത്തെടുക്കുകയും ചില സമയത്ത് അങ്ങനെ അല്ലാതെ ചെയ്യുന്ന നേതാക്കൾ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ. TS ഉല്ലാസ് ബാബു, ഇപ്പോൾ താങ്കൾ ഈ സിനിമ കണ്ടോ അതോ ഇനി റീ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണാമെന്നുള്ള തീരുമാനത്തിലാണോ? ഞാൻ എന്തായാലും സ്മൃതി സിനിമ കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, സിനിമ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഹലോ, ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ ഓർഗനൈസർ RSS മുഖപത്രമായ ഓർഗനൈസറിൽ തുടർച്ചയായി 3 ദിവസം പൃഥ്വിരാജിനെതിരെ വിമർശനങ്ങൾ വരികയാണ്. ഇന്നലെ തന്നെ 2 തവണ വന്നു, ഇന്നിപ്പോൾ വീണ്ടും വരികയാണ്. എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനെ തന്നെ ഉന്നം വെക്കുന്നത്? പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നേതാക്കൾ RSSന്റെ മുഖപത്രത്തിലെ ലേഖനം തൊട്ട് താഴേക്ക് ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ BJPയിലെ നേതാക്കൾ ഇപ്പോൾ അമ്മായിയമ്മ മരുമോളെ ഉപദേശിക്കണമെന്ന രൂപത്തിൽ വരെ പ്രസംഗങ്ങൾ വരെ നടത്തുകയാണ്. അതും ഏത് വേദിയിലാണെന്നും ആലോചിക്കണം. അവിടെ ആശാസമരം നടത്തുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗത്തിൽ മരുമകളെക്കുറിച്ച് പറയുന്നതാണ് അർബൻ നക്സലാണ്, അമ്മായിയമ്മ പറഞ്ഞ് നേരെയാക്കണമെന്ന്. ഇതൊക്കെ എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഈ വിവാദത്തിൻ്റെ തുടക്കം മുതലുള്ള നാൾവഴികൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. BJP വളരെ കൃത്യമായിട്ട് തന്നെ ആദ്യം കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ സിനിമയെ അംഗീകരിക്കാൻ, നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമ അണിയറ പ്രവർത്തകരും മാധ്യമങ്ങളും, നിങ്ങൾക്ക് ഈ സിനിമയെ അംഗീകരിക്കാനുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ ഈ സിനിമ കാണുന്ന പ്രേക്ഷകനെ അത് വിമർശിക്കാനുണ്ട്. കാരണം അവൻ പൈസ കൊടുത്ത് സിനിമ കാണുന്നതല്ലേ. അപ്പോൾ അത് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം അതിനുണ്ടാകുമ്പോൾ അവരതിനെ എതിർക്കുമ്പോൾ എന്തിനാണെന്ന ഖേദപ്രകടനം? അതിനകത്ത് നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ അതിനെ നെഞ്ചു നിവർത്തി നിങ്ങൾക്ക് നേരിടാമല്ലോ. എല്ലാവരും പിന്തുണയായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ പരിപൂർണ പിന്തുണ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് MLA-മാരും മന്ത്രിമാരും സർക്കാരും പിന്തുണ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് പിന്നെ എന്തിനു ഭയക്കണം അവർ? എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാണ് അവർ കട്ട് ചെയ്യണത്? എന്തിനാണ് അവർ ഖേദപ്രകടനം നടത്തുന്നത്? എന്തിനാണ് അവർ റീസൺസ് അറിയാൻ പോകുന്നത്? BJP ആവശ്യപ്പെട്ടു. നേരത്തെ നിരീക്ഷകരും പറഞ്ഞില്ലേ BJP അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാം. അങ്ങനെ സ്റ്റാൻഡ് എന്നല്ല, BJP വളരെ കൃത്യമായിട്ട് തന്നെ സ്റ്റാൻഡായിരുന്നു. പിന്നെ പ്രേക്ഷകരെ എന്നാണ് ഉല്ലാസ് ബാബു പറയുന്നത്. ആദ്യം പറഞ്ഞത് സിനിമയായി കാണണം എന്നാണ്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആദ്യ ദിവസം പറഞ്ഞിരുന്നത് സിനിമ കാണുമെന്നാണ്. പിന്നീട് അദ്ദേഹം സിനിമ കാണുന്നില്ല എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നത് വിഷമിപ്പിക്കുന്നതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതിലപ്പുറമുള്ള പ്രതികരണങ്ങൾ മറ്റു പല നേതാക്കളിൽ നിന്ന് വരുന്നു. അപ്പോൾ 2 തരത്തിലുള്ള പ്രതികരണമാണല്ലോ. ആദ്യം ഒന്ന് പറഞ്ഞു, രണ്ടാമത് മറ്റൊന്ന് പറയുകയാണല്ലോ. അല്ലല്ല സ്മൃതി, ഇതിനകത്ത് സ്മൃതി ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ സിനിമ തുടങ്ങുന്നതിനേക്കാൾ മുൻപ്, അതായത് വരുന്നതിനേക്കാൾ മുൻപ് ഇതിനേക്കാൾ ആവേശത്തിലിരുന്ന BJP പ്രവർത്തകർ കുറേ പേരുണ്ട്. കാരണം മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ, പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടുന്നവർ, സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, നിരവധി ആളുകൾ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഇങ്ങനെ അവർക്ക് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും ഒരു വിഭാഗത്തിന് പ്രയാസമുണ്ടാകുന്നതും നാടിന് പല രീതിയിൽ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു കണ്ടന്റ് ഉണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് ആ സിനിമയായി കണ്ടതുകൊണ്ട് തന്നെയാണ് അതുപോലെ വരവും കാത്തിരുന്നത്. വന്നതിന് ശേഷം നിരവധി ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്നു. അപ്പോഴും BJPയുടെ സ്റ്റാൻഡ് എന്താണ്? സിനിമയായി കാണുക. പിന്നീടും സ്വാഭാവികമായിട്ട് ഈ പ്രയാസങ്ങൾ
ഒരു വിഭാഗം ജനങ്ങളിലേക്ക് വല്ലാതെ പോകുന്നു. ഒപ്പം സംഘപരിവാറിലേക്കും BJP-യിലേക്കും ഇത് ചാർത്തിക്കൊടുത്ത് അവർ ഇതിനെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഓർഗനൈസറിൽ എഴുതി എന്നുള്ള ഒരു ചോദ്യം സ്മൃതി ചോദിക്കുമ്പോൾ ഓർഗനൈസർക്ക് വിമർശിക്കാനുള്ള അവകാശമില്ലേ? സ്മൃതിക്ക് ഇതിനെ അംഗീകരിക്കാനുള്ള അവകാശം പോലെ തന്നെ ഓർഗനൈസർക്ക് ഇതിനെ വിമർശിക്കാനും അവകാശമുണ്ട്. വിമർശിച്ചോട്ടെന്നേ, ഇവർക്ക് പ്രയാസമില്ല, അല്ലെങ്കിൽ ഇവർക്ക് അതിനൊന്നും പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ വിമർശിക്കുമെന്ന് അറിഞ്ഞിട്ടുകൊണ്ട് തന്നെയാണ് ഈ വിവാദം ആഗ്രഹിച്ച വ്യക്തി തന്നെയല്ലേ പൃഥ്വിരാജ്. സിനിമാ സൃഷ്ടിയുടെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന ഒരു സംവിധായകനെ, നിർമ്മാതാവിനെ ദേശവിരുദ്ധൻ, ഹിന്ദുവിരുദ്ധൻ എന്നൊക്കെ പറയുന്നത് ഏത് രൂപത്തിലാണ്? അതിന് ഭീഷണിയുടെ സ്വരമില്ല എന്നാണോ പറയുന്നത്? നിങ്ങളാണോ ഭരിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് അധികാരമില്ല, ഞങ്ങൾ വെറുതെ പറഞ്ഞു പോകുന്നേയുള്ളൂ, ബാക്കി ആരൊക്കെയോ അവിടെ പ്രവർത്തിക്കുന്നു, ഞങ്ങൾ വെറും കാഴ്ചക്കാർ എന്ന നിഷ്കളങ്ക ഭാവം എടുത്തിട്ടാൽ അതെല്ലാവരും വിശ്വസിക്കുമോ ഉല്ലാസ് ബാബു? അങ്ങനെയല്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ സിനിമ ഏറ്റവും കൂടുതൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഇതിനെ ഉയർത്താൻ ശ്രമിക്കുന്നതും മാധ്യമങ്ങളുടെ ഭാഗത്ത് റിപ്പോർട്ടർ ചാനലാണല്ലോ. എന്താണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തുടക്കം മുതലുള്ള ഈ സിനിമയുടെ തുടക്കം? ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമ ഉയർത്തിയാൽ പാതാളക്കരണ്ടിട്ട് പൊന്താത്തൊരു സിനിമയായി ഇതിൻ്റെ മുന്നിലത്തെ കാര്യങ്ങൾ വരാതിരുന്ന സമയത്താണ് നിങ്ങൾ പെട്ടെന്നൊരു സംഭവം കൊണ്ടുവരുന്നത്. എന്താണ് ചന്ദ്ര? ഗോകുലം ഗോപാലൻ സിനിമ ലൈക്കയിൽ നിന്നെടുക്കുന്നു, വലിയ ന്യൂസാക്കി കൊണ്ടുവന്നു. ഗോകുലം ഗോപാലൻ ഇന്നെന്തെങ്കിലും സിനിമ എടുത്ത് തുടങ്ങിയതാ? ഗോകുലം ഗോപാലൻ ഐഡൻറ്റിറ്റി എടുത്തിട്ട് രാജു മല്യത്തിൻ്റെ പൈസ പോയതും ഗോകുലം ഗോപാലൻ്റെ പൈസ പോയതും അതിന് മുൻപ് മഞ്ഞുമൽ ബോയ്സ് എടുത്തതും അതിന് മുന്നേ നിരവധി സിനിമകൾ എടുത്തതും ഇതൊന്നും വലിയ ന്യൂസൊന്നും ആയിട്ടില്ലല്ലോ. ഇതിനെ നിങ്ങളൊരു മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു മാർക്കറ്റിംഗ് ശൈലിയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ഹുക്ക് ചെയ്യാൻ നിങ്ങൾ ആദ്യം ശ്രമിച്ചത് നിങ്ങൾ തന്നെയാണ്. സ്വാഭാവികം, അതൊക്കെ ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾ തരുമോ? അതൊരു കഥയുണ്ടാക്കും, ഒരു കൃത്യമായിട്ടൊരു ന്യൂസ് ഉണ്ടാക്കുന്നു. ഗോകുലം ഗോപാല രക്ഷകത്തെ ലൈക്ക പിന്മാറി അത് വലിയ ചർച്ചയാക്കുന്നു, വിഷയമാക്കുന്നു, അതിന് പിന്നാലെ ടീസർ വരുന്നു. നിങ്ങളുടെ അണികൾ കാത്തിരുന്നത് പോലെ തന്നെ എല്ലാ ആരാധകരും ഈ സിനിമയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും സിനിമ വരുന്നു, ലൂസിഫറുടെ 2ാം ഭാഗം വരുന്നു, കാത്തിരുന്നില്ലേ? നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും അതല്ലേ പറഞ്ഞത്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു സാധാരണ കാഴ്ചക്കാരൻ എന്ന നിലയ്ക്ക് ലൂസിഫറിന്റെ ഒരു ആരാധകനായിരുന്നു, അതിന്റെ 2ാം ഭാഗം കാണാൻ അദ്ദേഹവും കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണോ? ഇപ്പോൾ എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്തുകൂടാ എന്ന് കൂടി നിങ്ങൾ തീരുമാനിക്കരുത്. ചർച്ച ചെയ്യാൻ പാടില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 51 വെട്ടുമായിട്ടുള്ള സിനിമ ശരി, 51 വെട്ട് നമുക്ക് വസീഫിനോട് ചോദിക്കാം. 51 വെട്ട് നമുക്ക് വസീഫിനോട് ചോദിക്കാം. 51 വെട്ടൊക്കെ അപ്പോൾ ചോദിച്ചിട്ടുണ്ടെന്നേ. ഇപ്പോൾ എമ്പുരാനിലെ വെട്ടാണല്ലോ നമ്മുടെ വിഷയം. എമ്പുരാനിലെ വെട്ടിന് ശേഷം അതിലേക്ക് വരാം. സ്മൃതി ഒരു കാര്യം പറയട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നാമതിൽ നമ്മൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത് എൻ്റെ അഭിപ്രായം സ്മൃതിക്ക് അറിയണം, സ്മൃതിയുടെ അതിലുള്ള അഭിപ്രായം എനിക്കും കേൾക്കാം. ഇതാണല്ലോ അതിൻ്റെ അകത്ത്. ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെയുള്ള സിനിമകൾ ഈ 51 വീട്ടിന് നിങ്ങളുടെ ചാനൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ സംരക്ഷണം നടത്തിയിട്ടുണ്ട്. ആരുടെ ഓഫീസിൽ നിന്ന് അത് വിളിച്ചതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആരാണ് ടിക്കറ്റ് കയറില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു എന്നുള്ളത് ഞാനൊന്ന് എഴുതി വെക്കുന്നു എന്ന് മാത്രം. വിമർശകരെ നിങ്ങൾ എന്തിനു ഭയക്കണം? എന്തിനാണ് മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യമുള്ളത്? എന്തിനാണ് ഇവരത് കട്ട് ചെയ്യേണ്ട, റീസെൻസർ ചെയ്യേണ്ട കാര്യമുള്ളത്? വോളണ്ടറി മോഡിഫിക്കേഷന് പോകേണ്ട ആവശ്യമുള്ളത്? ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനകത്ത് ഈ സമൂഹത്തിന് ചർച്ച ചെയ്യേണ്ട, അതായത് ഒരു വിഭാഗത്തിന് ആവശ്യമില്ലാത്ത കാര്യം, ആ വിഭാഗത്തിന് വിഷയമുണ്ടാകുന്ന കാര്യം, ആ വിഭാഗത്തിന് പ്രയാസമുണ്ടാകുന്ന കാര്യം സത്യത്തെ മറച്ചുളച്ചുകൊണ്ടുള്ള പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഈ സിനിമ കണ്ട സമയത്ത് ആ സിനിമയെ കണ്ടിട്ട് മാനസികമായിട്ടും അല്ലെങ്കിൽ അതൊരു വിനോദത്തിൻ്റെ ഭാഗമായിട്ടൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രേക്ഷകരുടെ വലിയൊരു വിഭാഗം, അവരാണല്ലോ ഇത് എതിർത്ത് തുടങ്ങിയത്, അവരാണല്ലോ ഇതിനെ വിമർശിച്ചു തുടങ്ങിയത്. എന്തുകൊണ്ടാണ് അവർക്ക് വിമർശിക്കേണ്ടി വന്നത്? ചില കാര്യങ്ങളിൽ ഈ സംവിധായകൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി കാണിച്ചു വെച്ചിട്ടുള്ള ഗിമ്മിക്കുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സിനിമ വിവാദത്തിലായിക്കോട്ടെ, വിദ്വേഷം പറഞ്ഞാലും വേണ്ടില്ല, എന്റെ പണം കിട്ടിയോട്ടെ, പ്രേക്ഷകർ എന്ന് പറഞ്ഞ ഈ ഭീഷണിയുടെ സ്വരത്തിൽ എതിർപ്പുള്ളവർ എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെയുള്ള യുവരാജ് ഗോകുലും അതുപോലെ തന്നെ ഈ പറയുന്ന ഗണേശും ഒക്കെയാണല്ലോ. അല്ലല്ല, യുവരാജ് ഗോകുലിന്റെ ഈ സിനിമയെ എതിർക്കുന്ന അല്ലെങ്കിൽ
അതിന്റെ മറുപടി പറയട്ടെ. പറഞ്ഞ പോസ്റ്റ് കൂടി പറയണല്ലോ. എനിക്ക് സിനിമ കാണാൻ തീരുമാനിക്കാം. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറഞ്ഞു പോകല്ലേ ഉല്ലാസ് ബാബു. ഒരാളെ തീവ്രവാദി ബന്ധമുള്ള ആളാക്കുകയാണ്. പൃഥ്വിരാജിലേക്ക് എന്തുകൊണ്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ചോദ്യം. പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. പൃഥ്വിരാജിന് തീവ്രവാദ ബന്ധം നിങ്ങൾ ആരോപിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? അല്ല, ഒന്ന് പറയട്ടെ ഉല്ലാസ് ബാബു. ഈ സയ്യിദ് മസൂദ് എന്ന പേരിട്ടിരിക്കുന്നത് തീവ്രവാദ ബന്ധം കൊണ്ടാണെന്നാണ് പറയുന്നത്. നിങ്ങളിൽ ഒരാൾ പോസ്റ്റ് ഇടുമ്പോൾ ഉത്തരവാദിത്തോടു കൂടി പോസ്റ്റ് ഇടണ്ടേ? നോക്കൂ, ഉത്തരവാദിത്തോടു കൂടി പോസ്റ്റ് ഇടണ്ടേ? എങ്ങനെയാണ് അതിലെ നായകന്റെ പേര് തീവ്രവാദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് വന്നതെന്ന് എങ്ങനെയാണ് പറയുക? ഒന്ന് വിശദീകരിക്കൂ. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ആവശ്യം? ഇതിനെ ചൂട്ട് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് നിർത്തിയിട്ട് ഈ സിനിമയുടെ കാര്യമാണ് ഉദ്ദേശിക്കണ എന്തെങ്കിലും അത് അങ്ങനെ കത്തിക്കേ. റിപ്പോർട്ടർ ചാനൽ കത്തിക്കണേന്റെ 1-ാം നമ്പർ കാരല്ല. നിങ്ങൾക്ക് മാധ്യമങ്ങളാണ്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന TRP, നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന പരസ്യം, അതിന്റെ പണം, അതൊക്കെ അപ്പുറത്ത് ഓടുന്നുണ്ട്. നിങ്ങൾ അതൊന്നും കാണില്ല എന്ന് പറയല്ലേ, ചെയ്തില്ലെന്ന് പറയല്ലേ. ഞാൻ ചോദിച്ചോട്ടെ, സിനിമയ്ക്കകത്ത് ഒരു സിനിമ എന്ന് പറയപ്പെടുമ്പോൾ അതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സംവിധായകൻ ഈ കാര്യങ്ങൾ അറിയാതെയാണ് ഒരു സമൂഹത്തിനകത്തൊരു സാധനം കൊണ്ടുവരുന്ന സമയത്ത് അതിൽ വിദ്വേഷം ജനിപ്പിക്കാൻ പാടില്ല. അതിനകത്ത് തമ്മിൽ തല്ലുണ്ടാക്കുന്ന കാര്യം വേണ്ട, അതിനകത്ത് വളച്ചൊടിക്കൽ വേണ്ട എന്നൊക്കെ സംവിധായകൻ അറിയാലോ. ഈ സംവിധായകൻ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഈ പണി ഒപ്പിച്ചത് എന്ന് പറഞ്ഞാൽ തമ്മിൽ തല്ലിക്കോട്ടെ, യുദ്ധമുണ്ടായിക്കോട്ടെ, പ്രയാസമുണ്ടായിക്കോട്ടെ, ആളുകൾ തമ്മിൽ തല്ലിയാലും എനിക്ക് പൈസ കിട്ടിയാൽ മതി വിദ്വേഷത്തിന്റെ കഥയാണ് കൃത്യമായ ഉദ്ദേശമല്ലേ? 2000 നടന്ന വിദ്വേഷത്തിന്റെ കഥ ഈ നാടിനെ അറിയണ്ട, അറിയാത്തവർ അറിയണ്ട. ഖേദം പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? അവരെ കട്ട് ചെയ്യുന്നത് എന്തിനാണ്? അവരെ പിൻവലിക്കുന്നത് അവർക്ക് അവർക്ക് പ്രയാസമില്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ പ്രേക്ഷകനെ നിങ്ങൾ മോഹൻലാലിനെ സമ്മർദ്ദത്തിലാക്കി ഉല്ലാസ് ബാബു. ഓർഗനൈസറുടെ ലേഖനത്തിൽ പറയുന്നു സംസ്കാരത്തെ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി, ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് വിദ്വേഷമുണ്ടാക്കി, ഈ സംവിധാനത്തെ കൊണ്ട് ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി എന്ന ഉദ്ദേശം അതിന്റെ പുറകിലുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്തത്? മാത്രമേ നടക്കില്ല സ്മൃതി. ഇല്ലാവചനം ഉണ്ടാക്കി, ഇല്ലാ കഥകൾ ഉണ്ടാക്കി, ഇതിനെ നിങ്ങൾ എത്ര കയറ്റിവെക്കാൻ നോക്കിയാലും ഇത് ഓടില്ലെന്ന്. ഒന്നാമത്തെ സിനിമ നന്നായി ഓടുന്നു ഉല്ലാസ് ബാബു, സിനിമ നന്നായി ഓടുന്നു, നമുക്കറിയാമല്ലോ. സിനിമ നന്നായി ഓടുന്നു, സിനിമ നന്നായി ഓടുന്നു. അതിന് വക്കാലത്ത് ഏറ്റെടുത്തിട്ട് അതിന്റെ കച്ചവടം ഉറപ്പിച്ചവരല്ലേ? കച്ചവടം ഉറപ്പിക്കുകയൊന്നല്ല, ഉത്തരവാദിത്തമെടുത്തുകൊണ്ടാണല്ലോ. കച്ചവടം ഒരു വശത്താണോട്ടെ, നിലപാടിനൊപ്പമാണ്. ഇവിടെ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ കാണിച്ച ധൈര്യത്തിനൊപ്പമാണ്. ഈ സിനിമയ്ക്കകത്ത് ഈ സംവിധായകന്റെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, സിനിമ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, ഈ പ്രേക്ഷകരുടെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഇതിനെ എതിർക്കുന്ന വികാരം, അവർ പറയുന്ന ഒരു കോണിൽ നിന്ന് ഒരു ദിവസം ചർച്ച ചെയ്യാനുള്ള മനസ്സെന്ത് എന്തുകൊണ്ടാണ് അവർ ഈ വിഷയത്തെ കൃത്യമായി നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ ചർച്ചകളല്ല, അതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ? അതിനകത്ത് നിങ്ങൾ കൃത്യമായി പഠിച്ചോ? ഒരു സുപ്രഭാതത്തിലുണ്ടായ കാര്യം പോലെ ഈ നാടിനകത്ത് ഏറ്റവും വലിയ ഉണ്ടായിട്ടുള്ള ഒരു പ്രയാസത്തെ, ഒരു പ്രതിസന്ധിയെ, ഒരു സമൂഹത്തിലെ വിഷയത്തെ, ആ വിഷയത്തെ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ പുറകിൽ വലിയൊരു തീരുമാനം എന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ നാടിനകത്ത് പരസ്പര വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രവൃത്തി കണ്ടന്റാക്കി കൊണ്ടുവരുമ്പോ ഈ സംവിധായകൻ പൊട്ടനായിരുന്നോ? ഈ സംവിധായകൻ അറിവില്ലാത്തവനായിരുന്നോ? അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഒരു സിനിമയെ അതിന് ഉണ്ടാക്കുന്ന സമയത്ത്, അത് മേക്ക് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ ചെയ്യേണ്ട ചില ഉത്തരവാദിത്വം
ഉത്തരവാദിത്തങ്ങളുണ്ട്. പഠിക്കേണ്ട ചില കാര്യങ്ങൾ അവർ അവർ എന്താണ് പഠിക്കേണ്ടത് ഉല്ലാസ് ബാബു? നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളെ വിമർശിച്ചുകൂടാ എന്നതാണോ? നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളെ വിമർശിച്ചുകൂടാ എന്നതാണോ പാഠം? ഉല്ലാസ് ബാബു, ഉല്ലാസ് ബാബു, ഇത് നല്ല തന്ത്രമാണ്, നല്ല തന്ത്രമാണ്. ആൾക്കൂട്ടത്തിന് എറിഞ്ഞു കൊടുക്കൽ നല്ല തന്ത്രമാണ് ഉല്ലാസ് ബാബു. മാറി നിന്ന് ആൾക്കൂട്ടത്തിന് എറിഞ്ഞു കൊടുക്കൽ, ഇടയ്ക്കിടയ്ക്ക് ലേഖനം അങ്ങ് എഴുതി വിട്ടാൽ മതി. അവിടെ ആക്രമിക്കാൻ വേറെ സംഘം വന്നോളും. ഇതാണ് പുതിയ തന്ത്രം. നല്ലതാണ്. മോഹൻലാൽ അതിൽ വീണു, മോഹൻലാൽ അതിൽ വീണു. നിങ്ങളിനി പൃഥ്വിരാജിനെ വീഴ്ത്താൻ നോക്കുന്നു. പൃഥ്വിരാജിനെ ഭീഷണിപ്പെടുത്തുന്നു ഉല്ലാസ് ബാബു. പൃഥ്വിരാജിനെ ഭീഷണിപ്പെടുത്തുന്നു ഉല്ലാസ് ബാബു. പണച്ചാക്കിൽ പണം കിട്ടിയാൽ മതി, ജനങ്ങൾ തമ്മിൽ തല്ലിയോട്ടെ, ജനങ്ങൾ വിദ്വേഷം ഉണ്ടായിക്കോട്ടെ, ഇല്ലാവചനം പറഞ്ഞോട്ടെ, അതൊന്നും ഭാഗ്യമല്ല. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വലിയ ചട്ട. പകരം അപ്പുറത്ത് ജനങ്ങൾ അതിനെക്കുറിച്ച് എതിർത്താൽ, പ്രേക്ഷകർ വിമർശിച്ചാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരില്ല. അങ്ങനെ ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ സർട്ടിഫിക്കറ്റും വെച്ചിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം തിരിക്കാൻ പറ്റുമോ സ്മൃതിയെ? ശരി, ഗുജറാത്ത് കലാപം രാജ്യത്ത് സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒന്നേ ഉണ്ടായിട്ടേ ഇല്ല. വസീഫിലേക്ക് പോകുന്നു. ഗുജറാത്ത് കലാപം സംഭവിച്ചതിന്റെ മൂലകാരണം ചർച്ച ചെയ്യുന്ന സമയത്ത് ആ മൂലകാരണം വസീഫ് ഇപ്പോൾ ഈ എമ്പുരാൻ ചർച്ച ചരിത്രമായി കാണിക്കുമെങ്കിൽ അതിനെ വക്രീകരിച്ചൊന്നുമല്ല, യഥാർത്ഥ ചിത്രത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ തീവ്രത ശരിക്കും സിനിമയിൽ ചിത്രീകരിക്കാൻ പറ്റില്ല എന്നതാണ്. അതിന്റെ അജണ്ടയൊന്നുമില്ല. 2002 നടന്ന കലാപമാണ്. ഇവിടെ ഒരു കൂട്ടം ആളുകൾ മരിച്ചു വീണിട്ടുണ്ട്, കൊന്നൊടുക്കിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ തലച്ചോറിൽ നടത്തിയിട്ടുള്ള ക്രിമിനൽ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് പ്രേക്ഷകരല്ല ചോദ്യം ചെയ്തത്. നിങ്ങൾക്ക് എന്താ പ്രയാസം? അതെ, പ്രേക്ഷകരുടെ പേരുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രേക്ഷകരെന്നും ആ പ്രേക്ഷകർ എന്തൊക്കെയാണ് എഴുതി വിടുന്നതെന്നും ഇവിടെ ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പറയുന്ന ഈ മോശം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ആളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് കിട്ടുന്നില്ല എപ്പോഴും മോശം സിനിമയൊന്ന് കാണാൻ വേണ്ടി. അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തവരല്ല നിങ്ങൾ മാധ്യമ പ്രവർത്തകര്. മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്. ശരി, അപ്പൊ ഈ ജനം മുഴുവൻ വിഡ്ഢികളാണല്ലോ. ജനം മുഴുവൻ വിഡ്ഢികളാണല്ലോ. മാത്രമാണ് ഈ ആളുകളെയൊക്കെ അങ്ങനെ. എന്റെ സ്മൃതി ആസ് എ ഫ്രണ്ട് കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, ഈ സിനിമ ഈ വിവാദം കൊണ്ട് രക്ഷപ്പെടുന്ന സിനിമയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം അടങ്ങുന്ന മാധ്യമ പ്രവർത്തകരെ പെരുവഴിയിലേക്ക് പോയേനെ. വസീഫിലേക്ക് ഞാൻ വരാം. വി വസീഫ് പ്രതികരിക്കും. വസീഫ്, ഇപ്പോൾ BJP പ്രതിനിധിയുടെ പ്രതികരണം കണ്ടല്ലോ. അവർ ആ സിനിമ റീ എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല, റീസെൻസറിങ് ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. അപ്പുറത്ത് വലിയ ജനവിഭാഗത്തിന് തന്നെ ഈ സിനിമയോട് എതിർപ്പുണ്ട്. ആ പ്രതിഷേധത്തിനൊടുവിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് റീ എഡിറ്റിന് തയ്യാറാകുന്നു. എന്തു പറയുന്നു? സ്മൃതി, ഈ സംഘികൾ കരുതിയിരിക്കുന്നത്, ഇവർ സംഘപരിവാർ നേതാക്കന്മാർ കരുതിയിരിക്കുന്നത് അവരുടെ ബുദ്ധി തന്നെയാണ് കേരളത്തിലെ മറ്റ് ജനങ്ങളുടെയൊക്കെ ബുദ്ധി എന്നുള്ളതാണ്. അവരുടെ അത്ര ബുദ്ധിയും വിവരവും, കാരണം കേരളത്തിലെ സംഘപരിവാരത്തിൻ്റെ കേരളത്തിലെ സംഘപരിവാര നേതാക്കന്മാരെ, BJP നേതാക്കന്മാരെ വളരെ കൃത്യമായി ആ സിനിമയിൽ കാണിച്ചു എന്ന് അവർക്ക് തോന്നുകയും ചെയ്യും. അതായിരിക്കും ഒരു പക്ഷേ ഇവർക്ക് ഇത്രയധികം പ്രയാസം ഉണ്ടായത്. അതുകൂടി ആ സിനിമ കണ്ടവർക്ക് ബോധ്യപ്പെടും എന്താണ് കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് കേന്ദ്ര നേതാക്കന്മാർ കൊടുക്കുന്ന പരിഗണന എന്നുകൂടി അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇവർ അതുപോലെയാണോ ഇവർ ഇത് കരുതിയിരിക്കുന്നത്? യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതിയത് നമ്മൾ കണ്ടു. അത് ഈ എഡിറ്റ് വിവാദം വരുന്നതിന് മുമ്പാണ്, ഈ സെൻസറിങ്ങിന് വീണ്ടും വിടുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നതിന് മുൻപാണ് അദ്ദേഹം എഴുതിയത് കണ്ടില്ലേ നമ്മൾ? പൃഥ്വിരാജിനെ മാത്രം അങ്ങ് അടർത്തി മാറ്റി അദ്ദേഹത്തെ ഒരു തീവ്രവാദിയായി, അദ്ദേഹത്തെ ഒരു ഭീകരവാദിയായി ചിത്രീകരിക്കണം എന്ന് കരുതുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ ഏതെങ്കിലും ഒരു സാധാരണ സൈബർ രംഗത്ത് ഇടപെടുന്ന BJPയുടെ മറ്റ് സാധാരണ പ്രവർത്തകരല്ല അത് ചെയ്തത്. യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എഴുതിയത്. ഗോപാലകൃഷ്ണൻ എഴുതിയതോ? ഓർഗനൈസറിൽ വന്നതോ? ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞതും ഓർഗനൈസറിൽ എഴുതി അച്ചടിച്ച് വന്നതും ഒക്കെ എന്താ? ഇത് ചെറിയ കാര്യമാണോ? ഇവർ ഈ രാജ്യത്ത് സംഘപരിവാർ
എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു ധാരണ ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ സാംസ്കാരിക പ്രവർത്തകർക്കും സിനിമാ പ്രവർത്തകർക്കും ഒക്കെ ഉണ്ട്. കൽബുർഗിയെ അവർക്കറിയാം, ഗൗരി ലങ്കേഷിനെ അവർക്കറിയാം, അവർക്ക് ജസ്റ്റിസ് ലോയെ അറിയാം, അവർക്ക് സഞ്ജീവ് ഭട്ടിനെ അറിയാം, അവർക്ക് ഈ ഹിരൺ പാണ്ഡ്യയെ അറിയാം, അവർക്ക് ഈ രാജ്യത്ത് സംഘപരിവാരത്തിൻ്റെ എല്ലാ ഇടപെടലുകളെക്കുറിച്ചും അറിയാം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ടുള്ള പോക്ക് ഒരു പ്രധാന പ്രശ്നമാണ്. അവരുടെ ജീവിതവും അവരുടെ ഈ സിനിമാ മേഖലയും ഒക്കെ അവർ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഈ പ്രതിഷേധത്തെ അവർ വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അവർ ആലോചിച്ചു. അതിൽ നമുക്കൊക്കെയുള്ള ആക്ഷേപം ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. നമ്മൾ അതിനെ ആ രീതിയിലൊക്കെ വിമർശിക്കുകയും നമ്മളുടെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത് സിനിമയിൽ ആ സിനിമയുടെ നിർമ്മാതാക്കളും അവരുടെ പിന്നണി പ്രവർത്തകരും ഒക്കെ ആലോചിച്ചവിടെ അടുത്ത തീരുമാനം എടുക്കുകയാണ്. പക്ഷെ ആ തീരുമാനം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ആ തീരുമാനം വലിയ ഭീഷണിക്കൊടുവിൽ, വലിയ അക്രമത്തിനൊടുവിൽ, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ബോധ്യത്തിനൊടുവിൽ എടുത്ത തീരുമാനമാണ്. അതിലൊരു തർക്കവും വേണ്ട, അതങ്ങനെ തന്നെ എടുത്തതാണ്, അങ്ങനെ എടുപ്പിച്ചതാ. ആ തീരുമാനത്തെ ഇപ്പോൾ ഇവർ പറയുന്നത് അവർക്ക് തന്നെ സ്വയം അങ്ങ് തോന്നി. അങ്ങനെ സ്വയം തോന്നിയിട്ട് ഇത്രയും ദിവസം സിനിമ ഓടിക്കഴിഞ്ഞ് അവർക്ക് വരേണ്ടതാണോ? അത് അങ്ങനെ വരേണ്ടതല്ല. ഇത് മാത്രമല്ല, BJPയുടെ നേതാക്കന്മാർ ഇരിക്കുന്ന സെൻസർ ബോർഡ്, ആ സെൻസർ ബോർഡ് കണ്ട് അംഗീകാരം കൊടുത്ത സിനിമയായത്. സിനിമയായിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് ഇത് വരുന്നത്. പിന്നീടാണ് പറയുന്നത് പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധം അന്വേഷിക്കണം, പൃഥ്വിരാജിനെ രാജ്യവിരുദ്ധനായും ദേശവിരുദ്ധനായും ചിത്രീകരിക്കാൻ ബോധപൂർവമായി ശ്രമിക്കുന്നത്. ആ സമയത്തും തുടക്ക ദിവസത്തിൽ ഈ മോഹൻലാലിൻ്റെ ഖേദപ്രകടനം വരുന്നതിന് മുൻപും അവർ മോഹൻലാലിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു, പൃഥ്വിരാജിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു, പൃഥ്വിരാജിനെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുക. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് നേരത്തെ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സമയത്തോ മറ്റോ ഫേസ്ബുക്കിലോ മറ്റോ പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആ പോസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ട് എന്നൊരു വിവരം കിട്ടി. അങ്ങനെ ഇവർക്ക് ചില അസ്വസ്ഥതകൾ ഇതിനു മുമ്പ് പൃഥ്വിരാജിനോട് ഉണ്ടാവാം. അത് പൃഥ്വിരാജ് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് അത്യാവശ്യം ചിന്തിക്കുന്നവരൊക്കെ ഈ ഒരു പൊതുവിഷയത്തിലൊക്കെ നിലപാടുകളൊക്കെ പറയും. അവർ ഈ ജനാധിപത്യത്തിന് വേണ്ടിയും ഭരണഘടന നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിക്കും. അവരുടെ നിലപാടുകൾ അവർ ചിലപ്പോൾ ഫേസ്ബുക്കിൽ എഴുതും, അവർ പൊതുവേദികളിൽ പറയും. അങ്ങനെയൊക്കെ ചെയ്യില്ലേ? MT വാസുദേവൻ നായർ പറഞ്ഞില്ലായിരുന്നു കോഴിക്കോട് വെച്ച് ഒരു പൊതുയോഗത്തിൽ? അന്ന് നമുക്കറിയാം അദ്ദേഹത്തെ ഈ കേരളത്തിലെ BJP നേതാക്കന്മാർ എങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. വിജയുടെ സിനിമയെക്കുറിച്ച് അവർ എത്ര രീതിയിൽ, എന്തൊക്കെ രീതിയിൽ അവർ പ്രതിഷേധം അറിയിച്ചിരുന്നു വിജയുടെ മേഴ്സൽ സിനിമയെക്കുറിച്ച്. അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഉണ്ട്. പിന്നെ ഇവർ പറഞ്ഞു CPM-നെതിരെയുള്ള സിനിമ. കേരളത്തിൽ CPM-നെ കുറിച്ച് വിമർശിച്ചുകൊണ്ടുള്ള സിനിമകൾ എത്ര വന്നു? സിനിമയ്ക്ക് തിയേറ്ററിൽ ഓടാൻ സാധിച്ചിട്ടില്ല എന്ന് അതിന്റെ സംവിധായകൻ തന്നെ പറയുകയാണ്. CPM നേതാക്കൾ നേരിട്ട് ഇടപെട്ടു എന്ന് തന്നെ ആരോപണം ഉന്നയിക്കുകയാണ്. MV ഗോവിന്ദന്റെ പേരടക്കം പറയുന്നു, ക്ഷമിക്കണം, കോടിയേരിയുടെ പേരടക്കം പറയുന്നു. അല്ല, അങ്ങനെ കോടിയേരി അത് വിളിച്ചു പറഞ്ഞു. ആ സിനിമ ഇറങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. അത് UDF ഭരിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ്. അങ്ങനെ UDF ഭരിക്കുന്ന ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമ 50 ദിവസം ഓടി. നമ്മളിൽ തന്നെ എത്ര പേര്, അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, വിമർശിക്കുന്നവരാരെങ്കിലും ആ സിനിമ കാണാൻ പോയിട്ടുണ്ടോ? ഈ സിനിമയും ആ സിനിമയും അങ്ങനെ അവർ സ്വാഭാവികമായ ഒരു അന്ത്യത്തിലേക്ക് പോയ ഒരു സിനിമയെ CPM നേതാക്കന്മാരെ പ്രതിഷേധം നിങ്ങൾ ഉയർത്തിയിരുന്നില്ലേ? ആ സിനിമ തിയേറ്ററിൽ ഓടരുത് എന്നൊരു നിലപാട് നിങ്ങൾ എടുക്കുകയും പരസ്യമായി ഒരിക്കലുമില്ല. ഞങ്ങൾ അതിനെ അങ്ങനെ പരസ്യമായൊരു നിലപാടും ഇവിടെയും അക്കാലത്തൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഞങ്ങൾ പക്ഷേ ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. സിനിമയായാലും പുസ്തകമായാലും ഈ പത്രമായാലും അതിനെതിരെയും ഒക്കെയുള്ള നിലപാടുകൾ ഞങ്ങൾ പറയും, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഈ തരത്തിലേക്ക് അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ ആക്രമിക്കാറില്ല. ഏത് കാലത്ത് അങ്ങനെയാണ്? എത്ര സിനിമകളുണ്ട് ഈ 51 വെട്ടിനേക്കാളും എത്ര മനോഹരമായി ചിത്രീകരിച്ച സിനിമയുണ്ട് ഞങ്ങൾക്കെതിരായിട്ട്. കൂടുതൽ ആളുകൾ കണ്ട സിനിമകളുണ്ട്, തിയേറ്ററിൽ ഓടിയ സിനിമകളുണ്ട്, എത്രയോ സിനിമകളുണ്ട്. ഞാനായിട്ട് ഇപ്പോൾ പേരൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. ഇങ്ങോട്ട് അതിനെതിരെയൊക്കെ ഞങ്ങൾ തന്നെ പല സിനിമയും ഞങ്ങൾ വിമർശിക്കുന്ന സിനിമ ഞങ്ങൾ പോയി കണ്ട് അതിൻ്റെ സിനിമയുടെ ഭംഗിയിൽ കണ്ട് ആസ്വദിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും പിന്നെ പറഞ്ഞു ചിരിക്കുകയും ഒക്കെ ചെയ്യാറില്ലേ.
ഈ സിനിമയിലും ഞങ്ങളെ ആക്ഷേപിക്കുന്ന ഭാഗങ്ങളില്ലേ, കോൺഗ്രസിനെ ആയാലും വിമർശിക്കുന്ന ഭാഗങ്ങളില്ലേ? ശരി. പക്ഷെ ഇതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കും, സ്വാഭാവികമാണ്. കാരണം അവർ ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മറക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ സിനിമ എന്ന് അവർക്ക് തോന്നുകയാണ്. കാരണം അവരെ പോലും അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക്, അവർ പോലും മറക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനെ അവരെ കൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സിനിമ ചില ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ അസ്വസ്ഥതയുണ്ടാകും, അവരുടെ ഉറക്കം നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ കേരളത്തിലെ BJPക്കാണെങ്കിൽ അവരെ വല്ലാതെ അങ്ങ് ആക്ഷേപിക്കുന്ന ഒരു രംഗം, ഒന്ന് രണ്ട് രംഗം അതിലുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ്. അത് അവരാണെന്ന് അവരോട് തോന്നുന്നു, ഇത് ഞാൻ തന്നെയാണ് എന്ന് കരുതുകയാണ് അവർ. അങ്ങനെ വരുമ്പോൾ ഇവർ നടത്തുന്ന വിമർശനങ്ങളാണ് ഈ കാണുന്നത്. ആ വിമർശനങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ രാജ്യദ്രോഹിയായും ദേശവിരുദ്ധനായും ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അതിന് RSS അല്ല, അതിൻ്റെ അപ്പുറത്തുള്ളവൻ വന്നാലും ഈ കേരളത്തിൽ അതിനെ വില കൽപ്പിച്ചു തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയാൻ. പക്ഷേ കേരളത്തിൽ ഒതുങ്ങുന്നില്ലല്ലോ ആ ഭീഷണി, അവിടെയാണ് പ്രശ്നം. MJ ശ്രീചിത്രനിലേക്ക്. ശ്രീചിത്രൻ, ഇപ്പോൾ ഈ ഭീഷണിയുടെ സ്വഭാവം ഏത് രൂപത്തിലുള്ള ഒരു വ്യത്യസ്ത രീതിയാണ്. കാരണം അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്ത് മാറി നിൽക്കുന്നു എന്ന രീതിയാണ് കാണിക്കുന്നത്. നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാക്കാനാവുന്നത്. പക്ഷേ ഓർഗനൈസറിൽ തുടർച്ചയായി 3 ദിവസം വന്നിരിക്കുന്ന ലേഖനങ്ങൾ, ആ ലേഖനങ്ങൾ പൃഥ്വിരാജ് എന്ന നടനിലേക്ക്, സംവിധാനത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാകാം? നേരത്തെ അദ്ദേഹം എടുത്ത നിലപാടുകൾ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അത് എവിടെ ചെന്ന് എത്തി നിൽക്കും എന്നുള്ള വിഷയം കൂടിയുണ്ടല്ലോ. കാരണം അദ്ദേഹം മലയാളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നടനല്ല, ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് കൂടുതൽ വളരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കേന്ദ്രം ബോളിവുഡിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ഘട്ടം കൂടിയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം മുംബൈയിൽ വീടെടുത്തതുപോലും എന്തിനാണ്, ആരുടെ സഹായത്താലാണ് എന്ന രൂപത്തിലേക്കൊക്കെയായി ആ ചർച്ച കൊണ്ടുപോവുകയാണ്. ഇത് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ തന്നെ BJP എടുക്കുന്ന ഒരു നിലപാടായി അതിനെ കാണേണ്ടി വരില്ല. അങ്ങനെയെങ്കിൽ പൃഥ്വിരാജിന് മുന്നോട്ട് അത്ര എളുപ്പമാണോ? പൃഥ്വിരാജിന് മുന്നോട്ട് എളുപ്പമാണോ എന്ന ചോദ്യത്തിന് BJP രാഷ്ട്രീയത്തെ മാത്രം മുൻനിർത്തിയൊരു ഉത്തരം കണ്ടെത്തുന്നത് അത്ര ശരിയാവില്ല. ഞാൻ ഈ ഓർഗനൈസറിലെ 3 ലേഖനവും വായിച്ചു. 3 ലേഖനങ്ങളുടെയും ഒരു അനുക്രമം, അതിൻ്റെ ഒരു പ്രോഗ്രഷൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് BJP ഇന്ത്യയിലെ കലാകാരന്മാർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റാമ്പിംഗ് അഥവാ ലേബലിംഗ് എന്ന് നമുക്ക് കൃത്യമായി വ്യക്തമാവും. 1ാമത്തെ ലേഖനത്തിനകത്ത് പ്രധാനമന്ത്രിയെ അടക്കം സാദൃശ്യമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു താടി വെച്ചൊരു കഥാപാത്രം ആ സിനിമയിലുണ്ട്, അതിനെയൊക്കെ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ കളിയാക്കിയിരിക്കുന്നു എന്ന് വരെയുള്ള ആരോപണമുണ്ട്. 2ാമത്തെ ലേഖനത്തിൽ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത് കൃത്യമായിട്ടും തീവ്രവാദി ബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്ന സൂചനകളുണ്ട്. അതോടൊപ്പം ദേശദ്രോഹി എന്നൊക്കെ പറയുന്ന നിലയ്ക്കുള്ള ലേബലുകൾ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ ലേഖനത്തിൽ ക്രിസ്ത്യൻ അപമാനം എന്ന് പറയുന്ന മറ്റൊരു ടാഗ് കൂടി, ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യൻ സമൂഹത്തെയും അപമാനിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു ടാഗ് കൂടി കൊടുക്കുകയാണ്. ഇത്തരത്തിലുള്ള അപരവൽക്കരണം നടത്തുക എന്നത് ഓർഗനൈസർ വളരെ കൃത്യമായ ഒരു സൈദ്ധാന്തികമായ വഴിക്ക്, അതായത് RSSന്റെ കൃത്യമായ വിഷലിപ്തമായ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു സൈദ്ധാന്തിക വഴിക്ക് നടന്നു പോകുന്ന ഒരു വാരികയാണ്, ഒരു ആനുകാലികമാണ് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഈ എട്ടും പൊട്ടും തിരിയാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘപരിവാറുകാരെക്കാളും അവരുടെ ലക്ഷ്യം കൃത്യമായി നടപ്പിലാക്കാൻ ഓർഗനൈസർക്ക് അറിയാം. ഓർഗനൈസർ കൃത്യമായി ഒരു പടിപടിയായിട്ട് ദേശദ്രോഹി, അതോടൊപ്പം ക്രിസ്ത്യാനികൾക്കെതിരെ, മുസ്ലിം തീവ്രവാദത്തിന് അനുകൂലം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ പോലുമുള്ള പ്രത്യേകമായ നരേഷൻ ഇതിനകത്ത് അല്ലെങ്കിൽ കാരിക്കേച്ചർ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ കൃത്യമായി വിവിധ സ്റ്റാമ്പുകൾ 3 ലേഖനങ്ങളിലായിട്ട് പതിച്ചു കൊടുക്കുകയാണ്. ഇനി ബോളിവുഡിലേക്ക് ഇപ്പോൾ സ്മൃതി ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു ഉത്തരവുണ്ട്. ബോളിവുഡിനകത്ത് സത്യത്തിൽ RSS രാഷ്ട്രീയത്തിനെതിരെ ഒരു പ്രതിഷേധം ഉയരുക എന്നത് സമീപകാലത്തൊന്നും നടന്നിട്ടില്ല. വളരെ എളുപ്പമല്ല അത്. വളരെ കൂടിയ നിലയ്ക്ക് തന്നെ RSS സംഘപരിവാർ ശക്തി കേന്ദ്രം എന്ന നിലയ്ക്ക് അധികാരത്തിനെതിരെ ശബ്ദമുയരാത്തൊരു സ്ഥലമാക്കി ബോളിവുഡിനെ മാറ്റിയിട്ടുണ്ട്. സിനിമയടക്കം ഏത് രൂപത്തിലാണ് ആ സിനിമയ്ക്കെതിരെ ഹാലിളകിയിരുന്നത്, പ്രതിഷേധമുണ്ടായിരുന്നത്. പക്ഷേ അത് കോടതിയിലേക്ക് പോകുകയും സുഖമായി തിയേറ്ററിലെത്തുകയും ആളുകൾ കാണുകയൊക്കെ ചെയ്തു. യെസ്, അതെ, ദീപിക പാദുക്കോണിൻ്റെ കാര്യത്തിൽ അത് നടന്നു. അത് വളരെ ചെറിയൊരു കാര്യത്തെ ഇപ്പോഴും എല്ലാവരും ഒരു വളരെ നിസ്സാരമായ കാര്യങ്ങളെ വെച്ചാണ് വിമർശനം ഉണ്ടാക്കുക. ഗൗരവമായ വിമർശനങ്ങൾ ഉണ്ടാക്കിയ സിനിമകളുണ്ട്. ഇപ്പോൾ ദീപ മേത്തയുടെ വാട്ടർ എന്ന് പറയുന്ന സിനിമ, ദീപ മേത്ത സംവിധാനം ചെയ്ത സിനിമ ഇറങ്ങിയപ്പോൾ കൃത്യമായ RSS സംഘപരിവാർ ഇന്ത്യൻ അധികാരത്തോടുള്ള വിമർശനം അതിനകത്തുണ്ടായിരുന്നു. അനുപം ഖേർ അടക്കമുള്ള നടന്മാരെല്ലാവരും ചേർന്ന് എന്തൊക്കെയാണോ ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലേബലിംഗ് അത് തന്നെയാണ് നടത്തിയത്. അർബൻ നക്സൽ, ദേശദ്രോഹി, ഇങ്ങനെയൊക്കെയുള്ള
ടാഗ് ലൈനുകളാണ് അന്ന് ദീപാവേത്തക്കെതിരെ നടത്തിയത്. അതോടൊപ്പം അഫ്വാഹ് എന്ന് പറയുന്ന സുധീർ മിശ്രയുടെ സിനിമ ഓർമ്മയുണ്ടാവും. അഫ്വാഹ് എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ആ കാലത്ത് സുധീർ മിശ്രയെ ഉടനെ തന്നെ ശ്രീലങ്കയിലേക്ക് നാട് കടത്തണം. അടുത്തുള്ള രാജ്യങ്ങളെ പറ്റി ഇങ്ങനെ പറയാനാണല്ലോ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അങ്ങനെ ചന്ദ്രനിലേക്ക് നാട് കടത്തുക, ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം എന്ന നിലയ്ക്കാണ് സുധീർ മിശ്രക്കെതിരെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ അത്തരം സ്ഥലത്തേക്ക് സ്മൃതിയുടെ ചോദ്യത്തിന്റെ കേന്ദ്രത്തിലേക്ക് വന്നാൽ, പൃഥ്വിരാജ് ചെല്ലുമ്പോൾ ആ പൃഥ്വിരാജിന്റെ ഇത്തരത്തിലുള്ള എല്ലാ പല്ലും നഖവും അഴിച്ചു വെക്കാതെ ഇവിടേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കില്ല. അതായത് ഞങ്ങൾക്കെതിരെ, അധികാരത്തിനെതിരെ ഒരു ഭീഷണിയും നടത്താത്ത അനുസരണയുള്ള കുട്ടികളുടെ മാത്രം സ്ഥലമായി ഹിന്ദി സിനിമ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിനോടൊപ്പമുണ്ട്. പക്ഷേ കേരളത്തിന്റെ കാര്യത്തിൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഓർഗനൈസർ ലേഖനങ്ങൾ വെച്ചുകൊണ്ടൊന്നുമല്ല കേരളത്തിലെ ഈ സംഘപരിവാർ ഹാൻഡിലുകൾ, അതിൻ്റെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഓർഗനൈസർ ലേഖനത്തിനും കേരളത്തിലെ ആദ്യഘട്ടത്തിൽ BJP-കാർ പറഞ്ഞിരുന്ന നിലപാടിനും ഒക്കെ വിരുദ്ധമായി വേണമെങ്കിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന കേരളത്തിലെ ആക്രമണം, ഇപ്പോഴും നടത്തുന്ന ആക്രമണം നോക്കൂ. എന്താണ് പൃഥ്വിരാജിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം? അതിന് കേരളത്തിലെ ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കൾ കടന്നു വന്ന് അമ്മായിയമ്മ മരുമോളെ നിലയ്ക്ക് നിർത്തണം. അർബൻ നക്സലാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ്. ഞാൻ കരുതുന്നത് സ്മൃതി അടക്കമുള്ള ജേർണലിസ്റ്റുകൾ അടക്കം പ്രതികരിക്കേണ്ടതാണ്. ഇന്ത്യ അറിയുന്ന ഒരു ജേർണലിസ്റ്റാണ് സുപ്രിയ മേനോൻ എന്ന് പറയുന്നത്. BBC-യിൽ അവരുടെ റിപ്പോർട്ടുകൾ നോക്കൂ, വളരെ മനോഹരം. ഞാൻ വായിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് പലതും. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇറക്കിയിരിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ കുറിച്ച് ഒരു തെളിവുമില്ലാതെ നേരിട്ട് അവർ അർബൻ നക്സലാണ് എന്നൊക്കെ പറയുകയാണ്. ഇത്തരം ടാഗ്ലൈനുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് കേരളത്തിലെ. അതെ, അതാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചാൽ ഉടനെ ഇവർ ഇടുന്ന പേരാണ് അർബൻ നക്സൽ, ദേശദ്രോഹി എന്നിവ. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ സിനിമ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്നതാണ് ഇവരെ ഏറ്റവും ഭയപ്പെടുത്തുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമ അടിസ്ഥാനപരമായി ആ സിനിമയിലെ ആ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ ദൗത്യം പൂർത്തിയായിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഗുജറാത്ത് കലാപം എന്ന രക്തമൊലിക്കുന്ന ഓർമ്മ, ഇന്ത്യൻ ചരിത്രത്തിൽ എന്താണോ BJP ചെയ്തത് അതിൻ്റെ ഏറ്റവും രക്തപങ്കിലമായ ഓർമ്മ, ബാബു ബജ്രംഗി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ നടത്തിയ ക്രൂരതകൾ ഓർമ്മ, ഗർഭിണിയുടെ ഭ്രൂണത്തെ പുറത്തേക്കെടുത്ത കലാപത്തിന്റെ ഭീകരമായ വംശഹത്യയുടെ ഓർമ്മ, ആ ഓർമ്മ ഈ കേരളത്തിൽ മുഴുവൻ വീണ്ടും നിർമ്മിക്കപ്പെടാനും എന്താണ് BJP, എവിടെ നിന്നാണ്, ഏത് ചോരയിൽ ചവിട്ടിയാണ് ഇന്നത്തെ കേന്ദ്ര അധികാരം നിൽക്കുന്നത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ നടന്നു കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് വെട്ടിമാറ്റുകയോ എന്ത് ചെയ്താലും അത് നിലനിൽക്കും എന്നതാണ് ഇവരെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നത്. കുറിച്ചിരിക്കുന്നത് അത് ഫാന്റം ലിംപായി മാറും എന്ന, അതായത് ആ ചിത്രത്തിലെ ഏത് ഭാഗം കട്ട് ചെയ്താലും അത് അവിടെ കിടക്കും, അതവിടെ ഒരു അവയവമായി തന്നെ അത് കാണുന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഫാന്റം ലിംബ് എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റപ്പെട്ട ഭാഗം, കൈയിനെ ഛേദിക്കപ്പെട്ടതോ ഇല്ലാത്ത കൈകാലുകൾ അവിടെ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു അനുഭവം, ആ അനുഭവം ആ കാഴ്ചക്കാരൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞാനൊരൊറ്റ കാര്യം അതിനോട് കൂട്ടിച്ചേർക്കാം. പണ്ട് ഗലീലിയോനെ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിന് ശിക്ഷിക്കാനായിട്ട് കോടതി വിളിച്ചു വരുത്തി. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് ഇനിയും പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ, അല്ല, ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുന്നൊന്നുമില്ല, ഭൂമിയുടെ സൂര്യനാണ് ചുറ്റിക്കറങ്ങുന്നതെന്ന് അദ്ദേഹം കോടതിയിൽ സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ കോടതിയിൽ മാപ്പ് പറഞ്ഞാലും ശരി ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും എന്ന്. അതുകൊണ്ട് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചാലും ഇനി അതിൽ നിന്ന് എന്ത് സീൻ മാറ്റിയാലും എന്താണോ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത് അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇവരെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. അതിനു മുകളിലാണ് കേരളത്തിലുടനീളം ഇവർ നടത്തുന്ന ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഇതിന് പിന്നണി പ്രവർത്തകർ പ്രത്യേക രീതിയിൽ ഇപ്പോൾ പോസ്റ്റുകൾ ഇടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് താങ്കൾ ശ്രദ്ധിച്ചു എന്നറിയില്ല, ഈ സയ്യിദ് മസൂദ് എന്ന തൻ്റെ ക്യാരക്ടറിൻ്റെ പടം വെച്ച് ഒരു പോസ്റ്റ് ആദ്യം പൃഥ്വിരാജ് ഇടുന്നു. അതിൽ പൃഥ്വിരാജിൻ്റെ പേരുമുണ്ട്, മുരളി ഗോപിയുടെ പേരുമുണ്ട്, അതിൽ മോഹൻലാലിൻ്റെ പേരില്ല. അതിനുശേഷം മോഹൻലാലിൻ്റെ മാത്രം ചിത്രമിട്ടുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നു. പിന്നീട് പൃഥ്വിരാജ് തൻ്റെ ആദ്യത്തെ പോസ്റ്റ് പിൻവലിച്ച് മോഹൻലാലിൻ്റെ ചിത്രം തന്നെ ഷെയർ ചെയ്യുന്നു. ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണോ? ഇത് ആരുടെ തലയിൽ ഉദിച്ചതാണ്, അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ തുടക്കം, ആരാണ് ഇതിൻ്റെ കൃത്യമായ ആസൂത്രകൻ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ. അതോടൊപ്പം തന്നെയാണ് മുരളി ഗോപിയുടെ മൗനവും. മുരളി ഗോപിയാണ് തിരക്കഥ സംഭാഷണം ഒക്കെ ചെയ്തിരിക്കുന്നത് മുരളി ഗോപിയാണ്. മുരളി ഗോപിക്ക് ഈ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിലപാടുണ്ട് എന്ന് വളരെ മുൻപ് തന്നെ വ്യക്തമാക്കിയതാണ്. അദ്ദേഹം ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല, ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമില്ല. ഇന്നാകട്ടെ ഈദ് മുബാറക്ക് പറയുകയും ചെയ്തിരിക്കുന്നു. അല്ല, എങ്ങനെയാണ് ഇവരുടെ ആസൂത്രണം, ഗൂഢാലോചന ചെയ്യുന്നത് നമുക്ക് ഒരുപക്ഷെ
നമുക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ എന്തായാലും എനിക്ക് നമുക്ക് പലർക്കും പ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതൊരു പ്രത്യേക അതെനിക്കറിയില്ല. പക്ഷെ നമുക്ക് കാണുന്നത് എന്താണ് അത് വിശകലനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അകത്ത് എനിക്ക് മുരളീഗോപി ഈദാശംസകൾ നേരുന്ന വഴി വളരെ കൃത്യമായിട്ട് തന്റെ ആ ദിവസത്തിന്റെ നിലപാട് വ്യക്തമാക്കി, അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാൻ വേണ്ടതാണെന്ന്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മറ്റുള്ളവർ പറഞ്ഞ് സൂചിപ്പിച്ച കാര്യമുണ്ട്. പൃഥ്വിരാജിന്റെ ഒരു വികാസത്തിന്റെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കാര്യം ഒരു വളരെ ഒരു അത്തരം ക്രാഫ്റ്റ് ഒക്കെ വശാക്കി ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ക്രാഫ്റ്റ്, കമേഴ്ഷ്യൽ സിനിമയുടെ ആ ഒരു ലാംഗ്വേജ് ഒക്കെ മനസ്സിലാക്കി മാത്രം അത് മുമ്പ് ഹിന്ദി സിനിമ മേടിച്ചിട്ട് അപ്പൊ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ അപ്പൊ അതിനെ തകർക്കുക എന്നുള്ളത് മലയാള സിനിമയിൽ തന്നെ പല ആൾക്കാരുടെയും പ്രോജക്റ്റ് ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ ആ സംഘ് പരിവാറും അതിനകത്ത് ചേർന്നിരിക്കുന്നു. ആ കാലങ്ങളുടെ ദേഷ്യം അത് അവര് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ വീണ്ടും പറയാം, ഇന്നിപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം പരാമർശിക്കാൻ പറ്റില്ല. കാര്യം ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞ കഥ നമുക്കെല്ലാം അറിയാം. പിന്നീട് അത് ഔദ്യോഗികമാക്കി, പക്ഷെ പരസ്യം മാപ്പ് പോലെ ഉണ്ടായത്. അതുപോലെ കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് ജി സുധാകരന്റെ ഭാര്യ എന്തോ പറഞ്ഞു വന്നു. ഇന്ന് നമ്മുടെ പൃഥ്വിരാജിന്റെ ഭാര്യ എന്താണ് ഇദ്ദേഹത്തിന് ഈ ഭാര്യമാരെ കുറിച്ച് പറയാത്ര ഒരു താല്പര്യം? BJP നേതാക്കളൊന്നും ആലോചിക്കണം. എവിടുന്നാണ് ആ ഒരു സംസ്കാരം? അതെനിക്ക് മനസ്സിലാണ്. അർബൻ നക്സൽ അങ്ങനെ അർത്ഥം പോലും കക്ഷിക്ക് അറിയുന്ന സംശയമുണ്ട്. അർബൻ നക്സൽ എന്താണെന്ന്. അതല്ല, അർബൻ നക്സൽ എന്ന് മാത്രമല്ല, അമ്മായിയമ്മ മരുമോളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ്. അവർക്ക് സ്വന്തമായി വ്യക്തിത്വം, അവരൊരു നിർമ്മാതാവാണ്, അവർ മാധ്യമപ്രവർത്തകയാണ്, അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാൻ കഴിവുള്ള സ്ത്രീയാണ്, അവർ കൃത്യമായി ഫേസ്ബുക്കിലൂടെ പറയാനുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്ന സ്ത്രീയാണ്. അവരെ ഉപദേശിക്കാൻ അമ്മായിയമ്മ പോകണം എന്നൊക്കെ പറയുന്നത് ഒരു നേതാവ്, ഉത്തരവാദപ്പെട്ട നേതാവ് ചെയ്യുന്ന പ്രതികരണമാണ്. ഇത് ആരെ ഇളക്കാനാണ് ഇത് പറയുന്നത്? അപ്പൊ സത്യം പറയുന്നത് BJP-ക്കാരെ ഒരു ഒരു നിന്ദ തോന്നണം. നിങ്ങൾക്ക് ഇത്ര സംസ്കാരമുള്ളതാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അവിടെ കേട്ടിരിക്കുന്ന BJP പ്രവർത്തകർക്ക് ഇതാ വളരെ നിലവാരത്തെ കൾച്ചറാന്ന് പറയുന്നത് പോലെ ഈ മോശം അതിന്റെ പേര് 2 ദിവസം ഇവിടെ മാപ്പ് പറയേണ്ടി വന്നു. കോടതി മുമ്പാകെ പരസ്യമായി മാപ്പ് ചോദിക്കേണ്ടുന്നു. തൊഴുകയോടെ മാപ്പ് ചോദിക്കും. മാപ്പ് ചോദിക്കുന്നവർക്ക് അത്ര വലിയ തെറ്റുള്ള കാര്യക്കാരെ അവർക്ക് മാപ്പ് ചോദിക്കാൻ പാരമ്പര്യം ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമുള്ള കാര്യം. എങ്കിലും ഈ അപമാനം പിന്നെ സ്വയം പേറേണ്ടി വരും. കാര്യം കേരളത്തിലെ ആൾക്കാരൊന്നും അംഗീകരിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ അദ്ദേഹം BJP-യുടെ പ്രതി ഉല്ലാസ് ബാബു പറയുന്ന കാര്യം, ആരെയോ ഈ സിനിമ ഹർട്ട് ചെയ്യുന്നത്. ആരെയാണ് ഹർട്ട് ചെയ്തത്? ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു, ചാവ എന്ന സിനിമ ഉല്ലാസ് ബാബു കേട്ട് കാണും. അത് എന്തൊക്കെ പുലിവാൽ എന്താണ്? അത് വർഗീയ വിദ്വേഷം നിറഞ്ഞ സിനിമയായിരുന്നു. ഞാൻ കണ്ടു. വർഗീയ വിദ്വേഷം പ്രകടിക്കുന്ന സിനിമയാണ്, വിദ്വേഷം പ്രകടിക്കുന്ന സിനിമയാണ്. ആ സിനിമ അവിടെ സൃഷ്ടിച്ചെന്താണ്? വർഗീയ കലാപം സൃഷ്ടിച്ചു. അതിന്റെ പേരിൽ ഹോട്ടലടിച്ച് അതിനുശേഷം പിന്നെ കുനാൽ കാമറ എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡിയനെ ഒരു പരാമർശം നിസാര അയാളെ ആക്രമിച്ചു, ആ ഹോട്ടൽ തകർത്തു. ഇതല്ലേ അവിടെ നടക്കുന്ന ഒരു പൊതു സമീപനം? അത് ഈ ഷിൻഡയുടെ പാർട്ടിയാണോ, നിങ്ങളുടെ സഖ്യകക്ഷിയാണല്ലോ, നിങ്ങളുടെ ഒരു ബലത്തിലാണല്ലോ അയാളും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ കാലങ്ങളായി ചെയ്തു വരുന്ന പ്രവർത്തനമാണ്. പല ആൾക്കാർക്കെതിരെയും ഈ രീതിയിലുണ്ട്. ഇതിപ്പോ തുടങ്ങുന്നല്ല. നേരത്തെ ശ്രീധരനാഥ് സൂചിപ്പിച്ചു. അത് ഞാൻ വിചാരിച്ചത് അതും കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ട കാര്യം എം എഫ് ഹുസൈനിൽ തുടങ്ങിയിട്ടുള്ളതാണ്. കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ ആദരണീയ കലാകാരനെ ഒമാനിലേക്ക് നാടുകടത്തിയ മഹത്തായ സംസ്കാരം ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? ഓരോ സ്ഥലത്തും ഓരോ സംസ്ഥാനങ്ങളിൽ പോയി കേസ് കൊടുത്തിട്ട് ആ പ്രായം ചെന്ന അവസാനം സുപ്രീം കോടതി വിധി എന്തറിയോ? ഈ പ്രായം ചെന്ന മനുഷ്യൻ വീട്ടിൽ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ആ മനുഷ്യനെ, ആ മഹാനായ കലാകാരൻ ഉപദ്രവിക്കുന്ന ചരിത്രമാണുള്ളത്. അതായത് ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ ചെറിയ കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ട് അവിടേക്കെല്ലാം ഈ ഇദ്ദേഹത്തെ വിളിക്കുക. അവസാനം സൈ കേട്ട് കേരളത്തിലെ അപ്പൊ ഇന്ത്യയിലെ മഹാനായ കലാകാരൻ നാടുകടത്തിയ ഒരു സംസ്കാരം ഇവർക്കുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മഹാനായ കലാകാരൻ, ലോകമാതിരിക്കുന്ന എത്രയോ ഉന്നത സ്ഥലത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ നാടുകടത്തിയ ചരിത്രമാണ് ഉള്ളത്. ഇതൊക്കെ ആരും ഉൾക്കൊള്ളും. എന്നിട്ട് നിങ്ങൾ എന്ത് വളർച്ചയാണ് നേടുന്നത്? പക്ഷെ ഒരു കാര്യം, കേരളത്തിന്റെ വ്യത്യസ്തമാണ് ഈ സിനിമ. ഇത് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും മുരളീഗോപിയുടെയും വിജയമല്ല. ഈ സിനിമ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേരളമാണ് ആദരവ് അറിയിക്കുന്നത്. കാര്യം കേരളത്തിന് പ്രേക്ഷക സമൂഹമുണ്ട്. ആ പ്രേക്ഷക സമൂഹമാണ് ഈ സിനിമ കണ്ട് വിജയിപ്പിച്ചത്. ആ പ്രേക്ഷക സമൂഹത്തിന് വേണ്ടി വിപണി മനസ്സിലാക്കി തന്നെയാണ് പൃഥ്വിരാജ് മുരളീഗോപിയും സിനിമ ചെയ്തിട്ടുള്ളത്. മോഹൻലാലിനെ വിപണി മനസ്സിലാക്കേണ്ട കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ ആ വിപണി മോഹൻലാലിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം മനസ്സിലാക്കാൻ മോഹൻലാൽ വൈമുഖ്യം കാണിക്കും. മോഹൻലാൽ നഷ്ടമാണ്. കാര്യം മോഹൻലാൽ സിനിമകളൊക്കെ കാര്യമായിട്ട് അടുത്ത കാലത്തായിട്ട് വൻ വിജയം നേടുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ തന്നെ ഒരു ഓഡിയൻസ് ഉണ്ട്. അത് കേരളത്തിന്റെ പൊതു മനസ്സാണ്. പൊതുമനസ് CPM വിമർശിക്കും, BJP വിമർശിക്കുകയും ചെയ്യും. പക്ഷെ കേരളം ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി കാണുന്ന ഒരു മനസ്സ് കേരളത്തിലുണ്ട്. ഇത് BJP-ക്ക് മനസ്സിലാവേണ്ടതല്ല. പുതിയ നേതാവിനെ, പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവന്ന് ഏതാണ്ട് ഈ മനസ്സ് ഇത് കേരളത്തിന്റെ കേരളത്തിന്റെ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തീവ്രത രാഷ്ട്രീയത്തും ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞ രാഷ്ട്രീയം ഒരു പ്രസക്തിയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അതൊക്കെ തിരിച്ചടികളും ബാക്ക്ലാഷും. കാര്യം കേരളത്തിന്റെ സംസ്കാരവും കേരളത്തിന്റെ ഒരു പൊതുബോധമുണ്ട്. ഈ ഇത്തരം കാര്യങ്ങളെ സംരക്ഷിക്കുകയും പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്ന പരസ്യക്കാർ നമ്മുടെ സാംസ്കാരിക ജീവിതം, നമ്മുടെ സാമ്പത്തിക ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം ഇടകലർന്നുള്ള ജീവിതമാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്ത ആ സാംസ്കാരിക ജീവിതമാണ് ഈ സിനിമ ഇത്ര ഓഡിയൻസ് ഉണ്ടാക്കി കൊടുത്തത്.
സത്യം പറയാൻ പൃഥ്വിരാജും ഇവരുടെ അതല്ല, അവര് കേരളത്തിന്റെ ഈ ഓഡിയൻസിനെ മനസ്സിലാക്കി അതിന്റെ വിജയം, അല്ലെങ്കിൽ ഒരു വേറെ കഥയായിരുന്നു ഉണ്ടാക്കുക. ശരി. കേരളത്തിൽ വിജയിക്കാൻ കാരണം അത്തരം ഒരു പ്രേക്ഷക സമൂഹം കൂടി ഉണ്ട്. ആ പ്രേക്ഷക സമൂഹം കേരളത്തിലെ ബഹുഭൂരിപക്ഷമാണ്. ആ ബഹുഭൂരിപക്ഷ സമൂഹത്തെ അവമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. BJP, എന്റെ അഭിപ്രായത്തിൽ BJP തിരുത്തണം. ആ ബഹുഭൂരിപക്ഷത്തിന് പിന്തുണയുള്ളപ്പോഴാണ് BJP ചുരുക്കം തിരുത്തുകയും ചിലരുടെ മാപ്പ് പറയുകയും ഈ സിനിമ വിഷമത്തിൽ ഇതേപോലെ പോകാൻ ഇവിടെ ആവശ്യപ്പെടുകയാണ്. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂരിപക്ഷത്തെ കൂടിയാണ് മോഹൻലാൽ അപമാനിച്ചത് എന്ന അഭിപ്രായം കൂടിയുണ്ട്. ഏതായാലും സിനിമയിൽ തൻ്റെ മകന് ശത്രുക്കളുണ്ട് എന്നാണ് നേരത്തെ മല്ലികാ സുകുമാരൻ പറഞ്ഞിരുന്നത്. കാരണം ഈ വിഷയത്തിൽ പൃഥ്വിരാജിന് പിന്തുണയുമായി ആരും വന്നില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഇതാ ഫെഫ്കയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നു. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിരുന്ന വിവാദങ്ങളും ചിത്രത്തിൻ്റെ സംവിധായകൻ പൃഥ്വിരാജിനും മുഖ്യനടൻ മോഹൻലാലിനുമെതിരെ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ആക്രമണങ്ങളും നിർഭാഗ്യകരം, പ്രതിഷേധാർഹവുമാണ്. സിനിമയുടെ രൂപത്തെയും ഉള്ളടക്കത്തെയും വിട്ടുവീഴ്ചയില്ലാതെ വിമർശിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സർഗാത്മകമായ വിമർശനത്തിലൂടെ മാത്രമേ കലാരൂപത്തിന് പരിണമിക്കാൻ സാധിക്കൂ. എന്നാൽ വിമർശനം വ്യക്തിയാധിക്ഷേപവും ഭീഷണിയും ചാപ്പകുത്തലുമാകരുത് എന്നാണ് കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. സാർത്ഥകമായ ഏത് സംവാദത്തിൻ്റെയും ലക്ഷ്യം മറുവശത്ത് നിലകൊള്ളുന്നവരെ നിശബ്ദരാക്കുകയല്ല, അവരെ സംസാരിക്കാൻ അനുവദിക്കുക എന്നതാണ്. എമ്പുരാനിൽ പ്രവർത്തിച്ച എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ഉറക്കത്തിൽ സിംഹങ്ങളെ സ്വപ്നം കണ്ട വൃദ്ധനായ സാന്റിയാഗോ എന്ന ഹെമിംഗ്വേ കഥാപാത്രം പറയുന്നുണ്ട്, നിങ്ങൾക്കൊരാളെ നശിപ്പിക്കാൻ കഴിയും, പക്ഷേ അയാളെ തോൽപ്പിക്കാനാവില്ല. കലയും കലാകാരന്മാരും ഇതുതന്നെയാണ് സദാ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വാർത്താക്കുറിപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പക്ഷെ അപ്പോഴും അത് സിനിമ കട്ട് ചെയ്യേണ്ടിയിരുന്നില്ല, എന്തിന് റീ എഡിറ്റ് ചെയ്യുന്നു എന്നൊരു ചോദ്യം, റീ എഡിറ്റ് ചെയ്യരുത് എന്നൊരു പ്രതികരണം ഫെഫ്കയിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. തിരിച്ചെത്താം. ഉല്ലാസ് ബാബു, 5 മിനിറ്റ് മുമ്പ് മോഹൻലാലിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നു. ദ ഓവർലോഡ് ഷാറ്റേഴ്സ് ദ 200 crore ബാരിയർ ഇൻ സ്റ്റൈൽ, എമ്പുരാൻ മേക്സ് ഹിസ്റ്ററി. 200 കോടി കടന്നിരിക്കുന്നു. നിങ്ങളാണ് ഈ സിനിമയുടെ ഐശ്വര്യം, പറഞ്ഞോളൂ. ഞാൻ മാത്രമല്ല, സ്മൃതി നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരും ഈ സിനിമയുടെ ഐശ്വര്യം തന്നെയാണ്. പേടിക്കണ്ട, നമുക്കൊപ്പം നിങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ, ഈ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ള ആർക്കാണ്? അതിൻ്റെ സംവിധായകൻ തന്നെയാണ്. ഓനിത് തുടങ്ങുന്ന സമയത്ത് തന്നെ, ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ വിവാദം മനസ്സിലാഗ്രഹിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വിദ്വേഷം ഉണ്ടാക്കുമ്പോൾ ഇതെന്തുണ്ടാകുമെന്നും ഇതെവിടെ ചെന്നെത്തുമെന്നും തർക്കമുണ്ടാകുമെന്നും ഒക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിട്ടുള്ള ഇൻറ്റൻഷനോടുകൂടി ചെയ്തിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. പുത്തൻ പച്ച നോട്ടുകൾക്ക് വേണ്ടി ഇതുപോലെ വിദ്വേഷം ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രവണത, ആ പ്രവണതയാണ് തെറ്റ്. അല്ലാണ്ട് ഇപ്പോൾ ഈ എമ്പുരാൻ്റെ 100 കോടി കിട്ടിയാലും 200 കോടി കിട്ടിയാലും ഞങ്ങളെ സംബന്ധിച്ച് അത് വിഷയമൊന്നുമില്ല. അവർക്ക് 200, 500, 3000 എത്ര വേണേൽ കിട്ടിയോട്ടെന്ന്, അതവരുടെ ഉത്തരവാദിത്തം. പക്ഷെ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി, ആ പണം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഈ ചെയ്ത പ്രവർത്തികൾ, ആ പ്രവർത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ഇവർ കാണിക്കുന്ന ഗൂഢാലോചന, അത് പക്ക ക്രിമിനൽ മൈൻഡാണെന്നേ, അതിലെന്താ സംശയമുള്ളത്? അല്ലാതെ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഈ പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല, ഈ വിഷം ബെതറാനുള്ള തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം, ഈ വസീഫ് പറഞ്ഞൊരു കാര്യത്തിലൊരു മറുപടി ബഹുമാനിയായിട്ടുള്ള സ്മൃതി പറയാറുണ്ട്. സ്മൃതി ആ സമയത്ത് മ്യൂട്ട് ചെയ്ത പോലെ മിണ്ടാതിരുന്നു. നിങ്ങളുടെ ചാനൽ തന്നെയാണ് ഞാൻ കണ്ടത്, വേറെ ആരുടെ ചാനലും അല്ല. 1 മണി നേരത്തെ രാത്രി പനിച്ച മക്കളുമായി ഇറങ്ങിപ്പോകേണ്ടി വന്നു ഞാൻ, ഇവരുടെ ഭീഷണിപ്പെടുത്തലും ഭയത്തലും. പറഞ്ഞതാരാ സാർ? ആ സിനിമയുടെ നിങ്ങൾ ഈ പറഞ്ഞ വാദിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, ആ ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്തിയവരോട് ഈ വസീഫിൻ്റെ പാർട്ടിക്കാർ ചെയ്തതാ. CITUക്കാർ കൃത്യമായി പറഞ്ഞു, ഒരു ചീട്ട് ഞാൻ കീറൂല ടിക്കറ്റിൻ്റെ. പറഞ്ഞതാരാണ്? ഈ വസീഫിൻ്റെ പാർട്ടിക്കാരാണ്. എന്തിനോടാണ് നിങ്ങളിപ്പോൾ ഈ വാദിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്? ഉമ്മൻചാണ്ടി 14 തിയേറ്റർ കൊടുത്തു സർക്കാരിൻ്റെ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ബാക്കിയുള്ള തിയേറ്ററുകൾ ലിബർട്ടി ബഷീറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തത് മുഴുവൻ അവർ പിന്മാറി. കാരണം എന്താണ്? ഇവരുടെ ഭീഷണി. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ കൃത്യമായി പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യം വരുമ്പോൾ അയ്യോ കുഴപ്പമില്ല, അവന് എന്ത് വേണമെങ്കിൽ അനുഭവിച്ചോട്ടെ. ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മാത്രമായിട്ടുള്ളൊരു സെലക്റ്റീവ് ആവിഷ്കാര സ്വാതന്ത്ര്യ ചർച്ചയാണ്. അവിടെയാണ് പ്രശ്നം സ്മൃതി. നമ്മുടെ സമൂഹത്തിനകത്ത് സിനിമ എന്ന് പറയപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റ്, പൃഥ്വിരാജിൻ്റെ സിനിമയ്ക്ക് ഇതിനു മുൻപ് പൃഥ്വിരാജിൻ്റെ സിനിമ വന്നിട്ടില്ലേ? എന്താ പരാജയപ്പെട്ടിട്ടുണ്ടോ? നിരവധി സിനിമ വിജയിച്ചിട്ടില്ലേ? മോഹൻലാലിൻ്റെ സിനിമകൾ വന്നിട്ടില്ലേ? അപ്പോൾ സിനിമയ്ക്കകത്ത് വരുന്ന കണ്ടൻറ്റുകളെ വിമർശിക്കാനുള്ള അവകാശം അത് ഓർഗനൈസർക്കുണ്ടും എല്ലാവർക്കും ഉണ്ടെന്നേ. ഓർഗനൈസറിൽ വന്നിട്ടുള്ള ലേഖനം, ആ ലേഖനം എന്തായാലും വേറൊരാളെ എഴുതിയ ലേഖനം കട്ടെടുത്തതല്ല, ഓർഗനൈസർ തന്നെ എഴുതിയതാണ്. ആ ഓർഗനൈസറിൽ ആ എഴുതിയ വ്യക്തി തന്നെ എഴുതിയിട്ടുള്ളതാണ്. ആ ഓർഗനൈസറിൽ വന്ന ലേഖനങ്ങൾ ഓർഗനൈസറിൻ്റെ അവകാശമാണെന്നേ അത് വിമർശിക്കാനുള്ളത്. ആ വിമർശനം കൊണ്ട് നിങ്ങളോട് ആരെ ഖേദം പ്രകടിപ്പിക്കേണ്ട. അപ്പോൾ ഒരു വ്യക്തി അത് ഖേദം പ്രകടിപ്പിക്കുമ്പോൾ, അതിനകത്ത് വെട്ടിമാറ്റാൻ തയ്യാറാകുമ്പോൾ, ബോധ്യം അയാൾക്കുണ്ടാവുകയല്ലേ? വിമർശനങ്ങളിൽ നിങ്ങൾ പറയുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്ന ഈ എഴുത്തിൽ വർഗീയ നിലപാടില്ല അല്ലേ?
വിഭജന തന്ത്രമില്ല അല്ലേ? എറിഞ്ഞു കൊടുക്കലില്ല അല്ലേ? സ്മൃതിയെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സ്മൃതിക്ക് ഇപ്പം കേരളത്തിലെ എല്ലാ ആളുകൾക്കും സ്മൃതി എറിഞ്ഞു കൊടുക്കാനായിട്ട് ഇത് മറ്റേ മാംസകഷ്ണങ്ങളൊന്നും അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെല്ലാവർക്കും അറിയാം സ്മൃതിക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടും ആ ആശയത്തിനോടും 100% എതിർപ്പാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് വിചാരിച്ചിട്ട് സ്മൃതി ഒരേ നെറേറ്റീവ് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾക്കെതിരെ യുദ്ധം വെട്ടുന്ന സമയത്ത് മൗനം പാലിക്കാറുണ്ട്. അത് സ്മൃതിയുടെ വിമർശിക്കാനുള്ള അധികാരമാണ്. സ്മൃതി വിമർശിച്ചോ, സ്മൃതി അതിനെ എതിർത്തോ, അതിനൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ സ്മൃതി ഭാഷയല്ലോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. ഉല്ലാസ് ബാബു നോക്കൂ, ഈ സിനിമയിലെ വില്ലന്റെ പേര് ബജ്രംഗി എന്നാണ്. ബജ്രംഗി എന്ന് വെച്ചാൽ ഹനുമാനാണ്. ഭഗവാൻ ഹനുമാനെ പോലും ഇതാ അധിക്ഷേപിക്കുന്നു എന്ന രൂപത്തിലൊക്കെയാണ് ഈ വാചകങ്ങൾ വരുന്നത്. ഇതെവിടേക്കാണ് ചെന്നെത്തുന്നത്? ഇത് ഒരു തരത്തിലും പ്രതികരിക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കലാപത്തിൽ പ്രതിയായ ഒരാളുടെ പേരും അതായിരുന്നല്ലോ. സ്മൃതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഫേസ്ബുക്കിൽ വരുന്ന പോസ്റ്റുകളുടെ കാര്യങ്ങളല്ല, ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്ന ശൈലിയിലിട്ടോട്ടെ, അവരവരുടെ രീതിയിൽ വിമർശിച്ചോട്ടെ, അതൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ കാര്യങ്ങൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സിനിമയ്ക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഇതിന്റെ സംവിധായകൻ. ഞാൻ പറയാം മാഡം, ശരിയാണെന്ന് ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞല്ലോ. അതിൽ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ എന്താണ് ഈ സിനിമയ്ക്കകത്തെ കണ്ടന്റുകൾ തെറ്റിദ്ധാരണാജനകമാണ് എന്ന് ബോധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരടക്കമുള്ള ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ കൃത്യമായിട്ടുണ്ട്. കാരണം ഇതിന്റെ സംവിധായകന്റെ അജണ്ട മനസ്സിലാക്കാനും ഈ പറഞ്ഞു തീരട്ടെ റീസെൻസറിങ് ചെയ്യണം എന്ന് BJP പറഞ്ഞിട്ടില്ല. റീസെൻസറിങ് ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് വോളണ്ടറി മോഡിഫിക്കേഷൻ നടത്താമെന്ന് തീരുമാനിച്ചത് അവരാ. വോളണ്ടറി മോഡിഫിക്കേഷൻ നടത്താമെന്ന് തീരുമാനിച്ചത് അവരാ. ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയുടെ സംവിധായകന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇത് തമ്മിത്തല്ലിച്ച് ഇതിനുള്ളിലെ കാശെടുക്കാമെന്നുള്ളതും അവനവന്റെ പണം സ്വീകരിച്ച് മാക്സിമം ലാഭം ഉണ്ടാക്കാമെന്നും അതിന് വിദ്വേഷം പ്രചരിപ്പിച്ചാലും കുഴപ്പമില്ല, നാട് 4 ആയാലും കുഴപ്പമില്ല, 8 ആയാലും കുഴപ്പമില്ല, 10 ആയാലും കുഴപ്പമില്ല, ഇനിയിപ്പോ ഇത്തിരി നുണ കയറ്റി വിട്ടിട്ടായാലും കൊണ്ടില്ല, എന്റെ കണ്ടന്റ് ഞാൻ കൊണ്ടുവെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന നമ്മളിപ്പോ പറഞ്ഞില്ലേ ഭയങ്കര ടെൻഷനിലാവും, ഓം ഭയങ്കര കൈയടിച്ചിരിക്കും. അനാവശ്യമായി വക്രീകരിച്ച് അവരെ തമ്മിൽ തല്ലിക്കുമ്പോൾ അത് കൈയടിച്ചിരിക്കുന്ന വ്യക്തികൾക്കെതിരെയാണ് ഉല്ലാസ് പറഞ്ഞതിന് ആദ്യം മറുപടി പറയാം. CITക്കാർ ടിക്കറ്റ് മുറിച്ചില്ല എന്ന് ഉല്ലാസിന്റെ പാർട്ടിയോ ഇനി ആ സിനിമ ഇറക്കിയാളോ അന്ന് കേരളം ഭരിച്ചിരുന്ന ഞങ്ങളെ എതിർക്കുന്ന പ്രതിപക്ഷമോ ഇന്നത്തെ പ്രതിപക്ഷം അന്നത്തെ ഭരണപക്ഷമാണ് ഒരു കേസും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഉല്ലാസിനോട് ഞാനിപ്പോ ചോദിക്കും, ഇപ്പോഴും ഞാൻ നോക്കി യൂട്യൂബിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ സിനിമ? അല്ല, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പോലും ഞങ്ങളെങ്ങനെ കടിച്ചു കീറാൻ വരുന്ന നിങ്ങൾക്ക് പോലും കാണാൻ താല്പര്യമില്ലാത്ത സിനിമയാണ് അത് ഓടാത്തത്. ഞങ്ങൾ പറയില്ല, അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ പോലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളൊന്ന് ചോദിക്കട്ടെ. സംവിധാനമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാ റിപ്പോർട്ടിലും കൊടുക്കല്ലേ. ഇനി സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി വസീഫ്, TS ഉല്ലാസ് ബാബു, MJ ശ്രീചിത്രൻ, ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.